നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് ചുള്ളിമാനൂർ. ഞാൻ എപ്പോഴും പറയാറുള്ള എൻ്റെ ചുള്ളിമാനൂർ, ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം. ഇവിടെ നിന്ന് ഒരു കിലോമീറ്ററൂടെ പോകണം. എൻ്റെ ശരിക്കുള്ള സ്ഥലം ആറാമ്പള്ളി എന്ന് പറയും. ഇത് നമ്മൾ ട്രിവാൻഡ്രത്തുനിന്ന് വരുന്ന റോഡാട്ടോ. ഇവിടെ നിന്ന് നമുക്ക് സ്ട്രെയിറ്റ് പോയാൽ വിതുര പൊന്മുടി അങ്ങോട്ടേക്ക് പോവാം. റൈറ്റ് പോയാൽ, ലെഫ്റ്റ് പോയാൽ തെങ്കാശി റോഡ് പോവാം. തമിഴ്നാട് അങ്ങോട്ട് കുളത്തൂപ്പുഴ അങ്ങോട്ടൊക്കെ പോവാം. അപ്പോൾ ഇതൊരു മെയിൻ ജംഗ്ഷനാണ്. ഇവിടെ നിന്നാണ് തിരിഞ്ഞ് പൊന്മുടി, തെങ്കാശി, ട്രിവാൻഡ്രം പോകുന്ന റോഡാണ്. ഞാൻ ഒരു 10-15 വയസ്സുള്ളപ്പോഴാണ് സിറ്റിയിലോട്ട് പോകുന്നത്. ഇവിടെ എനിക്കിപ്പോൾ ആരെയും പരിചയമില്ല, ആർക്കും എന്നെയും പരിചയം കാണില്ല. പക്ഷെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ അച്ഛൻ എല്ലാവരും അറിയാം. അതാണ് നമ്മുടെ സ്ഥിരം ഹോസ്പിറ്റൽ കേട്ടോ. PM ക്ലിനിക് എന്നവിടെ എഴുതിയിട്ടുണ്ട്. അവിടെയാണ് ഞങ്ങളുടെ സ്ഥിരം ഹോസ്പിറ്റൽ. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഇറങ്ങി ഒരു ഇൻട്രൊഡക്ഷൻ എടുത്തിട്ട് നമുക്ക് നേരെ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീട്ടിലേക്ക് പോവാം. പറ്റുവാണെങ്കിൽ സ്കൂളിൻ്റെ വീഡിയോസൊക്കെ എടുക്കണം. അവിടെ പെർമിഷൻ ചോദിക്കണം. അവർ സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് വീഡിയോസൊക്കെ എടുക്കാതെ വണ്ടി വരണം. അപ്പുറത്തോട്ട് പോവാം. എല്ലാവരും നോക്കുകയാണ് ഞാനിത് എന്താണ് കാണിച്ചു കൂട്ടുന്നതെന്നുള്ളത്. കാരണം ഇവിടെ ആർക്കും നമ്മളെ വലിയ പരിചയമില്ല. എനിക്കും എല്ലാവരെയും മറന്നപ്പോൾ അച്ഛനെ ഞാൻ വിളിച്ച് വരുന്നു എന്ന് വെച്ചപ്പോൾ പറഞ്ഞില്ല, വരുന്നില്ല, നിങ്ങൾ പോയിട്ട് വാ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ഇവിടെ നിന്ന്. ഇപ്പോൾ ആ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് തെങ്കാശി പോകുന്ന റോഡിലേക്കാണ് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി. എൻ്റെ വീടായിരുന്ന വീട്ടിലേക്ക് പോകുന്ന വഴി. ഇത് നമ്മുടെ സ്വന്തം നജീബ് ഹോട്ടൽ. ഒരുപാട് യൂട്യൂബ് വീഡിയോസിലൊക്കെ ഉണ്ട്. ഞാനും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ തലേ ദിവസത്തെ ബീഫും പൊറോട്ടയും മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ഇവിടുത്തെ പല യൂട്യൂബേഴ്സും കഴിക്കുന്നതിന് മുന്നേ വളരെ പണ്ടേ ഞാൻ കഴിച്ച് രുചി ഇറങ്ങിയ സ്ഥലമാണ്. ആ പണ്ടത്തെ രുചി ഇപ്പോഴുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ ഇപ്പോൾ പോയാലും ഇവിടെ ഇറങ്ങി നമ്മൾ കഴിക്കാറുണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷത്തോടെയാണ് നിൽക്കുന്നത്. കാരണം എൻ്റെ വീട് സ്ഥലവും ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമല്ലോ. കുറേ നാളുകൊണ്ട് പറയല്ലേ. അപ്പോൾ ഇനി എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതി നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മളെ വീട്ടിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ ചുള്ളിമാനൂരുകാരുടെ മാർക്കറ്റ്. ഇവിടുത്തെ പാര മീൻകറിയും പാര മീനും ചൂര മീനും ഒക്കെ വെച്ചുള്ള മീൻകറി കൂട്ടണം. എന്താ ടേസ്റ്റ് എന്നറിയോ? ഇതാണ് മാർക്കറ്റ്. ഇവിടെയൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. അച്ഛനോടൊപ്പം ഒക്കെ വരും കേട്ടോ. പക്ഷെ ഒരു മാറ്റവും ഇല്ല. ഇവിടെയൊക്കെ ഇൻ്റർലോക്ക് തറയിൽ ഇട്ടു എന്നല്ലാണ്ട് മാർക്കറ്റൊക്കെ സെയിം അതുപോലെ തന്നെ. ചേട്ടൻ്റെ എന്ത് മീനുണ്ടെന്ന് നോക്കാം. ചൂരയുള്ളൂ. ചന്ത സമയം കഴിഞ്ഞോ? ചന്ത സമയം കഴിഞ്ഞോ? ആണോ? ശ്രീകുമാറിന്റെ മൂത്തത് അച്ഛൻ ഇവിടെ ഉണ്ട്. ഇപ്പൊ ഞാൻ കൂടെ വരാൻ വിളിച്ചിട്ട് എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പൊ ഞാൻ വീഡിയോ ഒക്കെ ചെയ്യാന്ന് പറഞ്ഞ് വീടൊക്കെ പോയി എടുക്കാന്ന് പറഞ്ഞ് വിളിച്ചപ്പോ വന്നില്ല. അച്ഛന് റിയൽ എസ്റ്റേറ്റിന്റെ ബിസിനസ്. കരവളമല്ല, ഞങ്ങൾ നെട്ടയം, വട്ടിയൂർക്കാവ് നെട്ടയം. അമ്മയുണ്ട്. ആ മീനൊന്നും തുറന്നു നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുവഴിയൊക്കെ പോവും. അപ്പൊ ഇന്നിപ്പോ ഞാൻ കരുതേ ചൂര 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 എത്ര രൂപ ഒരു പീസാ? ചുമ്മാ ഒന്ന് കാണാൻ വന്നത് ഇവിടെയൊക്കെ. ശരി. ഷാഹുൽ അല്ലേ? എവിടെ എന്തൊന്നും പറയണ? ഷാഹുൽ എന്ന് പറയാൻ മനസ്സിലാവോ? ചേട്ടന്റെ ചേട്ടനല്ല, അങ്കിള്. എൻ്റെ ഒക്കെ അങ്കിളാണ്. ശരി അപ്പ ശരി. ആറാമ്പള്ളിയില്. ആ ഓ ശരി. അപ്പൊ നമ്മളല്ല, അവരോட ഷാഹുലും മറ്റേ അപ്പോൾ ഇതാണ് നമ്മുടെ ചുള്ളിമാനൂർ മാർക്കറ്റ്. ഇവിടെ നിന്നാണ് വലിയ പാര മീൻ, ചൂര മീനൊക്കെ വാങ്ങിച്ചുകൊണ്ടുവന്ന് കറി വെച്ച് തിന്നുന്നത് കേട്ടോ. ആഹാ, മീൻ്റെ ഒക്കെ ടേസ്റ്റ് എപ്പോഴും ഇതൊരു പോകുമ്പോൾ ഇങ്ങനെ ഓർക്കും. ഇനി നമുക്ക് അത് ഒരു ഓച്ചിറ ട്രേഡിംഗ് കമ്പനി എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്ന കട ഉണ്ടോ? അതാണ് ഇവിടുത്തെ ബിഗ് ബസാർ, നമ്മുടെ പാവങ്ങളുടെ ബിഗ് ബസാർ. യൂട്യൂബ് ചാനൽ ഇടാൻ അറിയോ എന്നെ? പണ്ടൊരു ശ്രീകുമാർ ഇവിടെ ഉണ്ടായിരുന്നു, അറിയോ? ശ്രീകുമാറിന്റെ എല്ലാവർക്കും എന്നെ അറിയാം. പോവാ വട്ടിയൂർക്കാവില്. ഹസ്ബൻഡ് നമ്മുടെ ആളി തന്നെ. പേര് ഞാനും മറന്നുപോയി. പേര് ഷാജി. എനിക്ക് മുഖം ഓർമ്മയുണ്ട്, പേര് മറന്നുപോയി. ആണോ? ശരി ശരി ശരി. ഓ ആണല്ലേ? അല്ല എങ്കിലും മുഖം സുഖമായിരിക്കുന്നു. ശരി. അപ്പോ
എനിക്ക് മുഖമൊക്കെ നല്ല ഓർമ്മയുണ്ട്, പക്ഷെ പേര് ഓർമ്മയില്ലായിരുന്നു. അതെല്ലാം അച്ഛൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. ഈ വീഡിയോ ഫുൾ ലൈവ് വോയിസിൽ ചെയ്യാൻ തന്നെയായിരുന്നു എനിക്ക് താല്പര്യം. പക്ഷേ ഇപ്പോൾ എനിക്കൊരു കോൾ വന്നു കേട്ടോ. കോൾ വന്ന് കട്ടായി. ഞാൻ വീഡിയോ ഫുൾ ലൈവ് വോയിസ് തന്നെയാണ് ചെയ്തത്. ഇപ്പോൾ എഡിറ്റ് ചെയ്യാനിരുന്നപ്പോഴേക്കും ഫുൾ വോയിസ് കട്ടായിരിക്കുക കേട്ടോ. ഒന്നും കേൾക്കുന്നില്ല, കാറ്റ് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, നമുക്ക് വോയിസ് ഓവർ തന്നെ ചെയ്യാം. എന്തായാലും ലൈവ് വോയിസിൽ അടിപൊളിയായിട്ട് ഭയങ്കര നാച്ചുറലായിട്ട് നമ്മുടെ ആ സന്തോഷമൊക്കെ ഒപ്പിയെടുത്തതായിരുന്നു, കിട്ടിയില്ല. ശരി, ഇത് നമ്മൾ പണ്ട് റബ്ബർ ഷീറ്റും കശുവണ്ടിയും കുരുമുളകും ഒക്കെ വിൽക്കുന്ന ഈ അങ്കിളുടെ കടയിൽ വന്നിട്ടാട്ടോ. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അറിയാമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ കാര്യം പറഞ്ഞ് ഏട്ടൻ കുറച്ച് ഫ്രണ്ടിലേക്ക് പോയി കേട്ടോ. ഞാൻ പറഞ്ഞു അയ്യോ, ഏട്ടൻ ചോദിച്ചു ഇത് എന്നെ വഴി. ഞാൻ പറഞ്ഞു അയ്യോ ഇല്ല, കുറച്ച് ബാക്കിലോട്ട് വരണം പറഞ്ഞു. പിന്നെ കാറ് തിരിച്ചിട്ട് നമ്മുടെ ആറാമ്പള്ളിയിലേക്ക് പോകുന്ന റോഡാണിത്. ചുള്ളിമാനൂരിൽ നിന്ന് ഒരു 100 മീറ്ററൊക്കെ വരുമ്പോൾ, ഈ തെങ്കാശി റോഡ് 100 മീറ്ററൊക്കെ വരുമ്പോൾ അവിടെ നിന്ന് റൈറ്റിലേക്കൊരു റോഡ് കിടപ്പുണ്ട്. ആ റോഡാണ് നമ്മുടെ ആറാമ്പള്ളി വീട്ടിലേക്ക് പോകുന്ന റോഡ് കേട്ടോ. നമ്മുടെ ആറാമ്പള്ളി റോഡിൽ ഒരു രാജ് കൺവെൻഷൻ സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺവെൻഷൻ സെൻറ്റർ കേട്ടോ. ഞാനിവിടെ നിന്ന് പോരുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് ടവറിനെ പറ്റി ഞാൻ പറയാണ്. നമ്മുടെ ആദ്യത്തെ ടവർ, നമ്മളിവിടെ ഉള്ളപ്പോഴാണ് ഈ ടവറിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് ടവറൊക്കെ വരുന്നത് കേട്ടോ. ആദ്യത്തെ ടവർ ഇവിടെയാണ്. ഞാൻ പഠിച്ച എൻ്റെ നഴ്സറി സ്കൂൾ കോൺവെൻറ്റ്, വിമല ഹൃദയ കോൺവെൻറ്റ് സ്കൂൾ ഇവിടെയാണ്. LKG UKG ഇവിടെയാണ് പഠിച്ചത്. അന്നത്തെ കാലത്തൊന്നും പ്രീ സ്കൂൾ അങ്ങനെ ഒരു സെറ്റപ്പൊന്നും ഇല്ല. LKG UKG ഒക്കെ തന്നെ കേട്ടോ. ഇവിടെയാണ് വന്നത്. ഇവിടെ കുറേ സിസ്റ്റേഴ്സൊക്കെ താമസിക്കുന്ന കോൺവെൻറ്റാണ്. അവരുടെ തന്നെ ഒരു നഴ്സറി സ്കൂളാണ്. ഇവിടെയാണ് ഞാനും ചീമയും പഠിച്ചത് കേട്ടോ. ഈ റോഡ് ഒരു കിലോമീറ്ററോളം പോകുമ്പോഴാണ് എൻ്റെ സ്വന്തം നമ്മുടെ ആറാമ്പള്ളി വീട്ടിലെത്തുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ, ഭയങ്കര എക്സൈറ്റഡ്. ഈ വ്ളോഗ് യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ മുതൽ ഈ ഒരു വ്ളോഗ് ചെയ്യണമെന്ന് ഞാൻ മനസ്സിൽ കരുതാണ്. പക്ഷെ അതിനുള്ള സമയവും സന്ദർഭവും ഒന്നും കിട്ടാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ അങ്ങ് നീണ്ടു പോയത് കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് ഏട്ടൻ കുറച്ച് ഫ്രീ ആയിട്ടൊക്കെ നിൽപ്പുണ്ട്. എന്നാൽ പിന്നെ പോയി ഒരു വീഡിയോ എടുത്തേക്കാന്ന് ഇത് ഏട്ടനോടൊന്ന് പറഞ്ഞപ്പോൾ, ഇന്നലെ ഞാൻ പറഞ്ഞു വെച്ചിരുന്നു, അപ്പോൾ ഇന്ന് പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പോവുകയാണ്. ഞാനിങ്ങനെ പറഞ്ഞ് വരുമ്പോഴേക്കും എന്നെ ട്യൂഷൻ പഠിപ്പിച്ച എൻ്റെ ആ മഞ്ജു ചേച്ചിയുടെ വീടാണ് കേട്ടോ ഇത്. അപ്പോൾ അതിങ്ങനെ കാണിച്ച് ഞാൻ പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ആ ട്യൂഷൻ പഠിപ്പിച്ച വീട് കുറച്ചുകൂടെ താഴെയാണ്. അവരിപ്പോൾ അവിടെ അല്ല താമസം, ഇങ്ങോട്ടേക്ക് വീട് വെച്ചിട്ട് ഇവിടേക്കാണ് താമസം. അപ്പോൾ ഇടയ്ക്ക് ചീമയുടെ കല്യാണം വിളിച്ചാണ് ഇവിടെ ലാസ്റ്റ് വന്നത്, ഒരു 3 വർഷം മുന്നേ. അപ്പോൾ ചേച്ചിയുടെ വീട് ഇതാണെന്ന് അറിഞ്ഞു അങ്ങനെ ഇവിടെ കയറി ചേച്ചി കല്യാണമൊക്കെ വിളിച്ചായിരുന്നു. അതുകൊണ്ട് ആ വീട് അറിയാം. റോഡൊക്കെ ടാറായിരുന്നു, പക്ഷേ ഇപ്പോൾ ഞാനൊക്കെ ഉള്ളപ്പോൾ ടാറൊന്നും അല്ലായിരുന്നു തോന്നുന്നു. ഇപ്പോൾ ടാറെല്ലാം പൊളിങ്ങി കിടക്കുകയാണ്. ഇവിടെയൊക്കെ ഫുൾ റബ്ബറായിരുന്നു കേട്ടോ. 2 സൈഡും ഫുൾ റബ്ബറായിരുന്നു. ഇപ്പോൾ കുറേയൊക്കെ റബ്ബറെല്ലാം മാറിയിട്ട് കുറേ പുതിയ വീടുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഈ ആറാമ്പള്ളിയിലുള്ള ഒരു ഏക ആശ്രയം കട ഇവിടെ ആയിരുന്നു. ആ കട എപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷേ ഇന്ന് അടച്ചിട്ടേക്കാണ്. ഇതുപോലെ റബ്ബർ നിറഞ്ഞാണ് ഫുൾ നിന്നത്. പക്ഷേ ഇപ്പോൾ കുറേ റബ്ബറൊക്കെ മുറിച്ചിട്ട് വീട് വന്നിട്ടുണ്ട്. ഇതാണ് 3 മുക്കെന്നോ എന്തോ മുക്കെന്ന് പറഞ്ഞിട്ടൊരു പേരാട്ടോ, ഞാൻ മറന്നുപോയി. ഇവിടുന്ന് ലെഫ്റ്റ് പോയാൽ വഞ്ചുവം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്ത് പോവും, റൈറ്റ് പോയാൽ നമ്മുടെ ആറാമ്പള്ളി അങ്ങ് താഴേക്കൊക്കെ പോവും. അവിടെ നിന്ന് വഞ്ചുവം പോവാം. പിന്നെ നീറ്റാണി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അതുവഴി നമുക്ക് ഈ പൊന്മുടി പോകുന്ന ആ റൂട്ടിലേക്കൊക്കെ പോവാം. അങ്ങനെയൊക്കെയുള്ള കുറേ വഴികളുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഭയങ്കര സന്തോഷത്തോടെ ആ റോഡിലേക്ക് പോവുകയാണ്. സന്തോഷം എന്ന് പറഞ്ഞാൽ പറയാനറിയില്ല ആ സന്തോഷം കേട്ടോ. നമ്മുടെ നാട്ടിൽ നമ്മൾ വീണ്ടും പോകുമ്പോൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ പഴയ ആൾക്കാരൊന്നും ഇവിടെ ഇല്ല കേട്ടോ. വളരെ കുറച്ച് പേരൊക്കെ ഇവിടെ എപ്പോഴും താമസമുള്ളൂ. പഴയ ആൾക്കാരെല്ലാവരും കൊടുത്തിട്ടൊക്കെ പോയേട്ടോ. പിന്നെ എനിക്കും എല്ലാവരെയും നിന്നും വലിയ ഓർമ്മ, എല്ലാവരും മുഖമൊക്കെ ഓർമ്മയുണ്ട്, പക്ഷെ ആരുടെ പേരും കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. ഇവിടെ ഫുൾ മുസ്ലിംസ് ആട്ടോ. ഞങ്ങൾ 2-3 വീടുകൾ മാത്രമേ ഉള്ളൂ ഹിന്ദുക്കളുടെ വീട് എന്ന് പറയാനായിട്ട്, ബാക്കി ഫുൾ മുസ്ലിംസാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര സഹകരണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവിടെ ഈ ഏരിയ ഫുൾ നമുക്കറിയാം കേട്ടോ. ഇങ്ങോട്ട് ഏട്ടനൊരു ഡൗട്ട് എങ്ങോട്ട് പോകണം എന്നിങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു റൈറ്റ് എന്ന് പറഞ്ഞ് കാർ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വന്നപ്പോഴേക്കും അവിടെ റോഡ് ബ്ലോക്ക് ചെയ്തേക്കണം കേട്ടോ. എന്തോ കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ട് അവിടെ റോഡ് ബ്ലോക്ക് ചെയ്തേക്കാണ്, കാറ് പോകത്തില്ല. അപ്പോൾ ഇവിടെ നിന്നൊരു കുറച്ച് ദൂരം, ഒരു 500 മീറ്ററെങ്കിലും നടക്കാനായിട്ടുണ്ട്. അപ്പോൾ പണ്ടൊക്കെ ഇവിടെ വന്നിട്ടാണ് ഞാൻ സ്കൂൾ ബസ് കയറി പോയിക്കൊണ്ടിരുന്നത്. വീട്ടിൻ്റെ അവിടെ നിന്ന് 2-3 ഇറക്കവും കയറ്റവും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങോട്ട് പോകുമ്പം ഇറക്കമാണുള്ളത്, ഇങ്ങോട്ട് വരുമ്പോൾ കയറ്റമാണുള്ളത് കേട്ടോ. കുറച്ച് ദൂരം നടക്കണം. ഞാൻ എന്തൊക്കെയോ കാര്യമായിട്ട് പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെയൊക്കെ വരികയാണ്. ഇവിടെയൊക്കെ ഒരുപാട് മാറി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നിറയെ വീടുകൾ വന്നു, കുറേ പുതിയ ആൾക്കാർ വന്നു, പഴയ ആൾക്കാരൊക്കെ കൊടുത്തിട്ട് പോയി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ വീടും സ്ഥലമൊക്കെ വാങ്ങണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പഴയ ആൾക്കാർ ആരുമില്ല, എല്ലാവരും പുതിയതായിട്ട് ആ ഏരിയയിലൊക്കെ വന്ന് താമസിക്കുന്നവരാണ്, ആരെയും പരിചയമില്ല.
പിന്നെ അതുകൊണ്ട് വാങ്ങണമെന്നോ ഒരു താല്പര്യം ഇല്ല എന്നുള്ളതാണ് സത്യം കേട്ടോ. ഈ വീടൊക്കെ നമുക്ക് പരിചയമുള്ള വീടുകളാണ്, പക്ഷെ ആരെയും കാണാനില്ല. ടോട്ടലി കംപ്ലീറ്റ്ലി മാറി കേട്ടോ. ചീമയുടെ കല്യാണം വിളിച്ച് വന്നപ്പോഴും ഇത്രയും മാറ്റം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇപ്പോൾ വന്നപ്പോൾ ഭയങ്കരമായിട്ട് മൊത്തത്തിൽ എല്ലായിടവും മാറി, ആകെ ഒരു ഫുൾ വ്യത്യാസം കേട്ടോ. ഫുൾ പ്രകൃതി രമണീയത തുളുമ്പി തൂവി നിൽക്കുന്ന എൻ്റെ ആറാമ്പള്ളി, എൻ്റെ ചുള്ളിമാനൂർ. ഞാൻ ഏട്ടനോട് ഇങ്ങനെ പറയണേ, ഏട്ടനോടല്ല ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നോക്കൂ നിങ്ങളുടെ കള്ളിക്കാടാണോ നമ്മുടെ ആറാമ്പള്ളിയാണോ ഭംഗി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക എന്നുള്ളത്. ശരിയാട്ടോ, നിങ്ങൾ കമൻറ്റ് ചെയ്യുക, കള്ളിക്കാടാണോ എൻ്റെ ആറാമ്പള്ളിയാണോ ഭംഗി കൂടുതലെന്ന്. ഇവിടെ കൂടുതലും റബ്ബറും ഇപ്പോൾ കുറേ കൂടി കാടൊക്കെ പിടിച്ചെന്ന് തോന്നുന്നു. പുരോഗമനം ചെറിയ രീതിയിലൊക്കെ വന്നിട്ടുള്ളൂ, കുറച്ച് ഏറെ വീടുകൾ വന്നു എന്നല്ലാതെ വലിയ പുരോഗമനമൊന്നും ഈ ഏരിയയിൽ കാണുന്നില്ല. കുറച്ച് വീടുകൾ വന്നു, അത്രയേ ഉള്ളൂ. വീണ്ടും കാടൊക്കെ പിടിച്ച് കിടക്കും. ഈ വീടുകളില്ലാത്ത സ്ഥലങ്ങളിലെല്ലാം കാട് പിടിച്ച് കിടക്കുകയാണ്. നമ്മൾ പഴയതിനെക്കാട്ടി കാട് പോലെ. അപ്പോൾ ഏട്ടൻ പറയാണ്, അത് നീ സിറ്റിയിൽ നിന്ന് ഇപ്പോൾ വന്നതുകൊണ്ട് നിനക്ക് തോന്നുന്നതാണ് കാട് പിടിച്ച് കിടക്കുന്നത്, പണ്ടും ഇങ്ങനെയൊക്കെ ആയിരുന്നായിരിക്കും. പണ്ടും ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ. പക്ഷേ ഇപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഈ വീട്ടിലാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഓരോ വീട് കാണുമ്പോൾ നമ്മൾ അതിൻ്റെ കാര്യം പറഞ്ഞു പോകാം കേട്ടോ. ഓക്കെ, ഈ വീട്ടിലാണ് ഞാനും അച്ഛനും കൂടി റബ്ബർ ഷീറ്റ്, നമുക്കന്ന് മറ്റേ ഷീറ്റ് മെഷീൻ ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെയാണ് ഷീറ്റ് അടിക്കുന്ന മെഷീനൊക്കെ ഉള്ളത്. അപ്പോൾ ഈ വീട്ടിൽ വന്നാണ് ഷീറ്റ് അടിക്കുന്നത് കേട്ടോ. ഈ വീടാണ് നമ്മുടെ മഞ്ജു ചേച്ചി, ഞാൻ പറഞ്ഞില്ലേ ട്യൂഷൻ ടീച്ചറിൻ്റെ, അതായത് നേരത്തെ ഞാൻ കാണിച്ചില്ല ആദ്യം ഒരു വീടും എന്നെ ട്യൂഷൻ പഠിപ്പിച്ച ചേച്ചിയുടെ വീടാണ്. ആ ചേച്ചിയുടെ വീട് ഇവിടെ ആയിരുന്നു. ഇവിടെയാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ട്യൂഷൻ പഠിക്കാനായിട്ട് വന്നത്. ഇപ്പോൾ ചീമയുടെ കല്യാണം വിളിച്ച് വന്നപ്പോഴാണ് അവർ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഷിഫ്റ്റായെന്ന് അറിയുന്നത്. ഫ്രണ്ടിലിരുന്നാണ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പറയാം ഏട്ടനോട്, ഇവിടെ ലവ്ലോലിക്ക ഉണ്ട്, കാരക്ക ഉണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ വന്നപ്പോൾ ഇത് നിറയെ ലവ്ലോലിക്കൊക്കെ നിൽക്കുക കേട്ടോ. എന്നിട്ട് കുറച്ചുകൂടെ നമുക്ക് നടന്നു പോകണം. ഒരു ഇറക്കം കൂടെ ഇറങ്ങിക്കഴിഞ്ഞാലേ എൻ്റെ വീട്ടിലേക്ക് എത്തത്തുള്ളൂ. ഇതൊക്കെ എൻ്റെ കൂടെ പഠിച്ച ആമി എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിയുടെയൊക്കെ വീടാട്ടോ, എൻ്റെ ഫ്രണ്ടാണ് ആമിയുടെ വീട്. അപ്പോൾ ഇതിൻ്റെ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന വഴി കൂടെയാണ് ഞങ്ങൾ റബ്ബർ ഷീറ്റ് അടിക്കാൻ, അവിടെ നിന്ന് താഴ്ന്ന് വന്നിട്ട് ഈ മുള നിൽക്കുന്നില്ലേ അതുവഴിയാണ് ഇറങ്ങി റബ്ബർ ഷീറ്റ് അടിക്കാൻ പോകുന്നത്. ആ വീടിൻ്റെ ഫ്രണ്ട് വഴിയല്ല, ഇതുവഴി ഇറങ്ങുമ്പോൾ ആ ഷീറ്റ് പെര ഉണ്ടാവും, അവിടെ ചെന്നാണ് ഞങ്ങൾ റബ്ബർ ഷീറ്റ് അടിക്കുന്നത്. ഇവിടെ ഒരു പറങ്കാവ് നിന്ന്, എൻ്റെ അമ്മോ, ഇവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ അതിങ്ങനെ വെറുതെ താഴെ വീണുകൊണ്ടിരിക്കും. ഷീറ്റ് അടിക്കാൻ വരുമ്പോൾ നിറയെ പറക്കിക്കൊണ്ട് പോയി, അതാട്ടോ ഷീറ്റ് പുര നിറയെ പറക്കിക്കൊണ്ട് പോയി നമ്മൾ കശുവണ്ടിയൊക്കെ ചുട്ട് കഴിക്കായിരുന്നു കേട്ടോ. ഇപ്പോൾ പറങ്കാവ് നിപ്പുണ്ട്, പക്ഷേ അങ്ങ് വലുതായിട്ട് അതിലിനി എപ്പോഴും ഉണ്ടോയെന്നറിയില്ല. അതിൽ കായ്ക്കുന്ന പറങ്കാവ് വേറെ ഒരിടത്തും കായ്ക്കില്ലെന്ന് തോന്നുന്നു. അങ്ങനെ വീണുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. ഇങ്ങനെ കയ്യിലൊക്കെ വെച്ച് പറിക്കാൻ പറ്റുന്ന രീതിയിലുണ്ടായിരുന്നു. ഇപ്പോൾ നല്ല പൊങ്ങി നിൽക്കുക കേട്ടോ പറങ്കാവ്. ഈ ഇറങ്ങി കഴിഞ്ഞാൽ എൻ്റെ വീടാണ്. ഇതല്ല കേട്ടോ, കുറച്ചുകൂടെ താഴോട്ട് പോകണം. എന്ത് രസമാണെന്ന് നോക്കിയല്ലേ. അയ്യോ, എനിക്ക് സത്യം ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. പക്ഷേ ഞാൻ എപ്പോഴും പറയും പോലെ നമുക്ക് ഈ ഒരു ലൈഫ് സ്റ്റൈല് പറ്റുമെന്ന് അറിയില്ല. എങ്കിലും കണ്ടപ്പോൾ എനിക്ക് വിഷമവും സന്തോഷവും, എനിക്കറിയില്ല, ഈ സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു വിഷമം. ഞാൻ അമ്മയൊക്കെ അച്ഛനോട് എപ്പോഴും പറയും, നമ്മൾ അരുവിക്കര സ്ഥലം വാങ്ങിയപ്പോൾ ഇത് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, ഇതിവിടെ ഇങ്ങനെ ഇട്ടിരുന്നാൽ മതിയിരുന്നു. അരുവിക്കര സ്ഥലം കുറച്ച് റബ്ബറുണ്ട്, ഇവിടെയും അതേ റബ്ബർ തന്നെയാണുള്ളത്. പിന്നെ എന്തിന് നമ്മൾ ഈ സ്ഥലം, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ ഷൂട്ടൊക്കെ വന്നു, അപ്പോൾ ഇവിടെ നിന്നൊക്കെ പോയി വരാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഈ വീട് കൊടുത്തിട്ട് നമ്മൾ സിറ്റിയിലേക്ക് മാറുന്നത് കേട്ടോ. അതിന് പകരം നമ്മൾ അരുവിക്കര കുറച്ച് റബ്ബറും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ റബ്ബർ വാങ്ങിയത് ഇവിടെയും റബ്ബർ ഉണ്ടായിരുന്നു, ഇത് കൊടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതൊക്കെ നമ്മുടെ അയൽപക്ക വീടുകളാണ്, പക്ഷേ ഇവിടെ എങ്ങും പഴയ ആൾക്കാർ ആരുമില്ല കേട്ടോ. ഈ വീടിൻ്റെ തൊട്ട് താഴെ കേട്ടോ എൻ്റെ വീട്, എൻ്റെ കുട്ടി വീട്. പറഞ്ഞില്ലേ ഇവിടെ ഫുൾ മുസ്ലിംസാണ്. ഈ ഒരു വീടും ഹിന്ദുക്കളുടെ വീടായിരുന്നു. അവരും കൊടുത്തിട്ട്, ഞങ്ങൾ പോകുന്നതിന് മുന്നേ അവരും കൊടുത്തിട്ട് പോയി. അതിങ്ങനെ അല്ലായിരുന്നു വീട്, കുഞ്ഞൊരു വീടായിരുന്നു. അതിനെ പൊളിച്ചിട്ട് ഇപ്പോൾ വന്നവർ വലിയൊരു വീടായിട്ട് വച്ചിരിക്കുകയാണ്. ഫുൾ മുസ്ലിംസിൻ്റെ ഏരിയ ആണ്. പെരുന്നാളൊക്കെ വരുമ്പം ആഘോഷമാണ് കേട്ടോ. അന്നൊന്നും നമുക്ക് ഇത്രയും ആക്രാന്തത്തോടെ ഞാൻ കഴിക്കില്ലായിരുന്നു. ഇഷ്ടം പോലെ മട്ടനും ബീഫും ചിക്കനും ഓറോട്ടിയും പൊറോട്ടയൊക്കെ നെയ്ച്ചോറും ഒക്കെ വരും. തിരിച്ച് ഓണം വരുമ്പോഴും ഇതേ അവസ്ഥയാട്ടോ. എൻ്റെ കുഞ്ഞ് സ്വർഗ്ഗ വീട്, എൻ്റെ സ്വപ്നങ്ങളിൽ എപ്പോഴുമുള്ള ഒരു വീടാണ് ഇത്. ഇവിടെയാണ് ഞാൻ ജനിച്ച് വളർന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഓടിട്ട വീടായിരുന്നു. പിന്നെ അച്ഛനാണ് ഇതിനെ പുതുക്കി പണിത് ടെറസ് വീടാക്കുന്നത്. അച്ഛൻ പുതുക്കി പണിത സമയമൊക്കെ എനിക്ക് ഓർമ്മ, ഞങ്ങളൊക്കെ വന്ന ശേഷം, ചീമയൊക്കെ ജനിച്ച ശേഷമാണ് അച്ഛൻ ഇത് പുതുക്കി പണിയുന്നത്. അതുകൊണ്ട് അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഈ ചെടികളൊക്കെ ഇപ്പം താമസിക്കുന്നവരെ വച്ചിരിക്കുന്നതാണ്. ഞാൻ ആദ്യം തന്നെ ഇവിടുത്തെ താമസക്കാരോട് പെർമിഷൻ ചോദിച്ചു, അവരെടുത്തോളാൻ പറഞ്ഞു.
10-20 വർഷം മുന്നേ ആയിരുന്നു ഈ വീട് നമ്മുടെ വീട്. ഇപ്പോൾ വല്ലവർക്കും ഉള്ള വീടാണ്. അപ്പം നമ്മൾ ഉറപ്പായിട്ടും അവരവിടെ ചോദിച്ചിട്ടേ വീഡിയോ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു എടുത്തോളൂ, അറിയാം കേട്ടോ, എന്നെ അറിയാം എന്നൊക്കെ പറഞ്ഞപ്പോൾ സന്തോഷം തോന്നി. ഇതാണ് എൻ്റെ വീട് കേട്ടോ. അയ്യോ, എനിക്ക് എന്ത് പറയണമെന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല. വീട് കിണറുള്ള സൈഡാണ്. ദേ ഇവിടെ ഒരു കിണറുണ്ട്. ഈ നാനകല്ല് അന്ന് ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എനിക്ക് വലിയ ഓർമ്മ കിട്ടുന്നില്ല. എല്ലാം അതുപോലെ, പെയിൻറ്റ് പോലും മാറിയിട്ടില്ല. ജനൽ, പെയിൻറ്റ് എല്ലാം പണ്ട് എങ്ങനെയാണോ നമ്മൾ കൊടുത്തിട്ട് വന്നപ്പോൾ ഇരുന്നത് അതുപോലെ ഉണ്ട് കേട്ടോ. ഒരു വ്യത്യാസമില്ല. ഇതിപ്പോൾ ഇവിടെ താമസിക്കുന്നവരാണ് ഇത്രയും ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചത്. നമ്മളുണ്ടായിരുന്നപ്പോൾ ഇത്രയും ചെടികളൊന്നും ഇല്ലായിരുന്നു. ചെടികൾ നട്ടാലും പൊടിക്കാൻ വലിയ പാടായിരുന്നു കേട്ടോ. നിറയെ റബ്ബറൊക്കെ നിന്നിട്ട്. ഇപ്പോൾ പക്ഷേ നിറയെ ചെടികളൊക്കെ നിൽപ്പുണ്ട്. ഇവിടെയൊക്കെ നിറയെ റബ്ബർ നിന്നു. എൻ്റെ വീട് കുറച്ചുകൂടെ മുകളിലോട്ടായതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. മൊത്തത്തിൽ കുറച്ചുകൂടെയൊക്കെ ആ റബ്ബറൊക്കെ കുറേ ഉണ്ടായിരുന്നു എന്നൊക്കെ ഒരു തോന്നൽ, പഴയ ഒരു ഓർമ്മ ഇങ്ങനെയൊക്കെ വരുന്നു. ഇവിടെ ദേ ഒരു ആട്ടിൻ്റെ കൂടൊക്കെ ഉണ്ട് കേട്ടോ. അന്ന് ആട്ടിൻ കൂടൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്കൊരു ആടുണ്ടായിരുന്നു. ആ ആടിന് ഇവിടെ ബാക്ക് സൈഡിലായിട്ടാണ് കെട്ടിയിട്ടുണ്ടായിരുന്നത്. ഇവിടെയൊക്കെ നിറയെ എന്തൊക്കെയോ കിളിക്കൂടോ പട്ടിക്കൂടോ എന്തൊക്കെയോ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ആ ആടിൻ്റെ കുഞ്ഞ് ഒരു ആടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് എൻ്റെയും ചീമയുടെയും വാശിക്ക് ഇവിടെ എല്ലാ വീട്ടിലും ആടുണ്ട്, നമ്മുടെ വീട്ടിൽ മാത്രം ആടില്ല. അങ്ങനെ അച്ചൊരെണ്ണം വാങ്ങി അത് പ്രസവിച്ചു. അതിൻ്റെ പേര് നിഷാന്ത് എന്നായിരുന്നു കേട്ടോ. എന്നാലും നിഷാന്ത് വന്നപ്പോൾ ഞാൻ പറയുന്നു നമുക്കൊരു ആടുണ്ടായിരുന്നു, ആടിൻ്റെ പേര് നിഷാന്ത് എന്ന്. നിഷാന്തിന് ചിരി തന്നെ, ഗോട്ടിൻ്റെ പേര് നിഷാന്ത് എന്ന് പറഞ്ഞിട്ട് ചിരിയായിരുന്നു കേട്ടോ. ഭയങ്കര വെള്ള കളറിലിരുന്ന ആണാടായിരുന്നു കേട്ടോ. അത് നമ്മൾ എവിടെ പോയാലും കൂടെ വരികയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ നമുക്ക് ആടുണ്ടായിരുന്നു. അങ്ങനെ ആടും കൂടൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പ്ലാവിൻ്റെ കാര്യം എനിക്ക് ഓർമ്മയില്ല. ഇവിടെ ഒരു മാവ് നിന്നു, കോട്ടൂക്കണം മാവ്. അതിൽ നിന്ന് പറിച്ചിട്ടുള്ള കോട്ടൂക്കണം മാങ്ങ അച്ഛൻ വിളങ്ങി വരുമ്പോൾ പറിച്ച് എവിടെയെല്ലാം സൂക്ഷിച്ചു, എത്ര ഭരണിയിൽ, എവിടെയെല്ലാം അല്ല, എത്ര ഭരണിയിൽ സൂക്ഷിച്ചു വയ്ക്കുമായിരുന്നോ. ഇപ്പം പക്ഷേ ആ മാവ് കാണാനില്ല, മാവ് മുറിച്ചു എന്ന് തോന്നുന്നു. ഇനി ഞാൻ വീട്ടിലേക്ക് കയറാൻ മുന്നേ എൻ്റെ അപ്പൂപ്പനെ അമ്മൂമ്മയെ അടക്കിയ സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അപ്പൂപ്പനോട് എനിക്ക് അത്രയും അറ്റാച്ച്മെൻ്റ് ഇല്ല. ഞാൻ ജനിക്കും മുന്നേ അപ്പൂപ്പൻ മരിച്ചു. പക്ഷേ എൻ്റെ അമ്മച്ചിയോട് എനിക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റാണ്. എനിക്ക് തോന്നുന്നു വേദയുടെയൊക്കെ ഒരു ഏജ് എനിക്കുള്ളപ്പോൾ അമ്മച്ചി എന്നാണ് കേട്ടോ വിളിക്കുന്നത്. ഞാനും ജീമയും അമ്മച്ചി മരിച്ചു. അപ്പോൾ എനിക്ക് അമ്മച്ചിയോടൊക്കെ ഭയങ്കര അറ്റാച്ച്മെൻ്റാണ്. വേദയുടെ അമ്മൂമ്മ എങ്ങനെയാണോ അതുപോലെ അത്രയും വർഷം വരെയും ഞാനും അച്ഛനും അമ്മയും അമ്മച്ചിയൊക്കെ ഒരുമിച്ചായിരുന്നു. അപ്പം ഒരുമിച്ച് വളർന്നു വരുമ്പോൾ ഒരു പ്രത്യേക അറ്റാച്ച്മെൻ്റാണ്. അപ്പോൾ ഇവിടെയാണ് അടക്കിയത്. പക്ഷേ അത് എവിടെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ഫുൾ കാടൊക്കെ പിടിച്ച് വല്ലാതെ കിടക്കുന്നു. അപ്പോൾ ഇവിടെ കുറച്ചൊരു പോർഷനിൽ മാത്രം റബ്ബറും കാര്യങ്ങളൊന്നും നിൽക്കുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ ആയിരിക്കും അടക്കിയിരിക്കുന്നത്, കാരണം ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഒരേപോലെ റബ്ബർ നിൽപ്പുണ്ട്, അവിടെ മാത്രം റബ്ബറില്ല. അപ്പോൾ അവിടെ ആവാം അമ്മച്ചിയൊക്കെ അടക്കിയിട്ടുള്ളത്, അമ്മച്ചിയും അപ്പൂപ്പനെയൊക്കെ. ഇതവിടെ താഴെ കോഴി ഫാമോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു കേട്ടോ. പണ്ട് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഈ അതിരിലെല്ലാം നിറയെ മാവും മറ്റേ നാട്ടുമാവില്ലേ, നാട്ടുമാവും നിറയെ ഉണ്ട ചക്കയുണ്ടല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വന്ന് ഞാൻ നോക്കുകയാണ്. പ്ലാവും മാവും ഒന്നുമില്ല, അതൊക്കെ മുറിച്ചിരിക്കുകയാണ്. അപ്പോൾ അമ്മച്ചിയും അപ്പൂപ്പനെയൊക്കെ അടക്കിയ അന്ന് സ്ഥലം കൊടുക്കുമ്പോൾ അത് മാറ്റിയിട്ടിട്ട് കൊടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ വാങ്ങാൻ വരുന്നവർ അങ്ങനെ മാറ്റിയിട്ടിട്ട് കൊടുക്കാൻ അവർക്ക് അങ്ങനെ വാങ്ങുന്നവരാരും ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ഒരുമിച്ച് അങ്ങ് കൊടുത്തത്. ഈ വീടും സ്ഥലവും വാങ്ങാനുള്ളൊരു കാരണവും എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ അവിടെ ഉറങ്ങുന്ന മണ്ണല്ലേ, നമുക്ക് വീണ്ടും വാങ്ങാം എന്നൊക്കെ നോക്കി. പക്ഷേ ഈ വാങ്ങിച്ചവർ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇതിൻ്റെ താഴേക്കുള്ള കുറച്ച് സ്ഥലം കൊടുക്കാനായിട്ട് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. വാങ്ങുന്നെങ്കിൽ ഈ വീടും സ്ഥലവും മൊത്തമായിട്ട് വാങ്ങണം. പക്ഷേ അവരങ്ങനെ കൊടുക്കുന്നില്ല. ഈ താഴോട്ടെല്ലാം ഉള്ളത് നമുക്കുള്ളത് കേട്ടോ. ആ താഴോട്ടുള്ള ഏതോ ഒരു ഭാഗമാണ് അവർ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നോക്കി നിറയെ റബ്ബർ പാലുമൊക്കെ ആയിട്ട് എൻ്റെ അച്ഛൻ വെച്ച് പിടിപ്പിച്ച റബ്ബറൊക്കെയാണ് ഈ നിൽക്കുന്നത്. അച്ഛൻ വെച്ച് പിടിപ്പിച്ചതാണെന്ന് തോന്നുന്നു കേട്ടോ. എൻ്റെ അച്ഛനൊക്കെ വെട്ടി സെറ്റാക്കിയ മരങ്ങളൊക്കെ ആട്ടോ. ഈ പട്ടിയൊന്നും നമുക്കുള്ളതല്ല, ഇതൊക്കെ അവരുടെയാണ്. പക്ഷേ എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമവും സങ്കടവും സന്തോഷവും ഒക്കെ വരുന്നുണ്ട്. എനിക്കത് പറയാൻ പറ്റുന്നില്ല കേട്ടോ. ഇത് ഒരു ടോയ്ലറ്റാണ് കേട്ടോ. നമ്മൾ ഓടിട്ട വീടായിരുന്നപ്പോൾ ബാത്റൂം അറ്റാച്ച്ഡ് അല്ലായിരുന്നു. അപ്പോഴുണ്ടായിരുന്ന ടോയ്ലറ്റാണ് ദേ ഇത്. പിന്നീടാണ് അച്ഛൻ ടെറസ് ആക്കിയപ്പോൾ അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ വന്നത്. പിന്നെ അവിടെ ഒരു ശീമച്ചക്ക നിന്നു. ശീമച്ചക്കയുടെ മരം, അതിനെന്താ പറയുക, ശീമച്ചക്ക നിങ്ങളുടെ നാട്ടിൽ ഇനി എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. ആ സാധനം
ആ മരം അവിടെ ഇപ്പോഴും നിൽപ്പുണ്ട് കേട്ടോ. ബാക്കി എല്ലാമൊക്കെ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ റബ്ബറൊക്കെ മുറിക്കാറായി എന്നിവിടെ താമസിക്കുന്ന ചേച്ചി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ എൻ്റെ വീടൊന്ന് കാണിച്ചു തരാം. പക്ഷേ കറണ്ട് ഇല്ല കേട്ടോ. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ആകെ കൂടി ഒരു മങ്ങലായിരിക്കുക, എന്തോ കറണ്ട് പോയിരിക്കുക എന്ന് പറഞ്ഞു. ഒട്ടും വെട്ടമില്ല. അപ്പോൾ ഇതാണ് ഹാള്. അവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം എന്ന് പറയുന്നത്. കറണ്ട് ഇല്ലാത്തതുകൊണ്ടാട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഇതാണ് അടുത്തൊരു ബെഡ്റൂം. ഇത് അമ്മച്ചിയുടെ ബെഡ്റൂമായിരുന്നേ, അമ്മച്ചിയുടെ ബെഡ്റൂം. പിന്നെ ഇത് ഹാളല്ല, ഡൈനിങ് ഏരിയ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. പിന്നെ അടുത്ത് കിച്ചൺ. ഇത്രയേ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ വീട്. കിച്ചണിൽ ഒരു വലിയ കിച്ചണാണ്. ആദ്യം കിച്ചണും വേറൊരു സ്റ്റോർ റൂം പോലെ ഉണ്ടായിരുന്നു. അതിനെ പൊളിച്ചിട്ട് സ്റ്റോർ റൂമും കിച്ചണും കൂടെ ഒന്നാക്കി. ആദ്യം അവിടെ ഒരു ചുവറ് കൂടെ ഉണ്ടായിരുന്നു, സെപ്പറേറ്റ് ആയിരുന്നു. അതിനെ പൊളിച്ചിട്ട് വലിയൊരു കിച്ചണാക്കി. തീയടുപ്പും മീൻസ് വിറകടുപ്പും പിന്നെ ഗ്യാസ് സ്റ്റൗവും ഒക്കെ വയ്ക്കാനുള്ള സൗകര്യം കൊണ്ട് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ പുറത്ത് ഇറങ്ങുമ്പോൾ കുറച്ചുകൂടെ ആ ഒരു ഇത് ഹൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതായത് അപ്പുറത്തേക്ക് കുറച്ചുകൂടെ ഹൈറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഹൈറ്റൊക്കെ കുറഞ്ഞു എന്നാണ് എനിക്ക് ഓർമ്മ കേട്ടോ. പിന്നെ അവിടെ ഒരു ആട്ടുകല്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു വലിയൊരു എന്താ അരഞ്ഞാണമുള്ള ആട്ടുകല്ലെന്ന് പറയും. 2 തട്ടായിട്ടുള്ള വലിയ പണ്ടത്തെ അമ്മച്ചിയൊക്കെ ഉപയോഗിച്ചിരുന്ന ആട്ടുകല്ല് ഒക്കെ ഇവിടെ ഈ സൈഡിൽ വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ആട്ടത്തൊന്നുമില്ലായിരുന്നു, പക്ഷേ ഒരു പഴമ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പോകുന്നിടത്തൊക്കെ കൊണ്ടുപോവുകയും ചെയ്യായിരുന്നു. പിന്നെ നമ്മുടെ വീടായപ്പോൾ വേറൊരു വീട്ടിൽ ഞങ്ങൾ റെൻറ്റിന് താമസിച്ചിരുന്നു. ആ വീട്ടിൽ അതവിടെ വെച്ചിട്ട് വന്നു. അവർ അടുത്ത് അമ്പലത്തിലെന്തോ കൊടുത്തു കേട്ടോ. പിന്നെ അത് കിട്ടിയിട്ടില്ല. ഒരു പഴമ സൂക്ഷിക്കാൻ വെച്ചിരുന്ന സാധനമായിരുന്നു, പക്ഷെ അത് മിസ്സായിപ്പോയി. അങ്ങനെ ഇതാണ് എൻ്റെ വീട്. വീട് നേരെ കാണിക്കാൻ പറ്റിയില്ല, കറണ്ട് ഇല്ലാതെ ആയിപ്പോയി. എന്തോ പണി നടക്കുന്നതുകൊണ്ട് കറണ്ട് ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പക്ക നാട്ടിൻ പുറത്തുനിന്ന്, നാട്ടിൻ പ്രദേശത്തു നിന്നുള്ള ആളാണ് ഞാനാണ് ഇപ്പോൾ നിങ്ങളോടൊപ്പം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതാണ് ഞാൻ. ഒരു സാധാരണ ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് നമ്മൾ ഏത് സാഹചര്യത്തിൽ പോയാലും ഞാൻ പൊരുത്തപ്പെട്ടു പോകും. എനിക്കതുകൊണ്ട് എവിടെ പോയാലും നമുക്ക് ഓക്കെയാണ്. എങ്ങനെയാണെങ്കിലും ഞാൻ ഓക്കെയാണ്. ഇവിടെയാണ് ഞാനും ചീമയും ഒക്കെ കളിച്ച് വളർന്നത്. എനിക്ക് ഏറ്റവും ഏറെ അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു സ്ഥലം കേട്ടോ. സത്യം, ഇപ്പോഴും എൻ്റെ സ്വപ്നങ്ങളിൽ മിക്കവാറും വന്നു പോകുന്നൊരു വീടാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ചീമയ്ക്ക് അത്ര അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവില്ല. ചീമ ഒരു 7-8 വയസ്സുള്ളപ്പോഴേ നമ്മളങ്ങ് സിറ്റിയിലേക്ക് മാറി. ഞാനൊരു 10-15 വയസ്സ് വരെ ഇവിടെ ആയിരുന്നു. അതിൻ്റേതായ നല്ലൊരു അറ്റാച്ച്മെൻറ്റ്. ഇവിടെയൊക്കെ ഇറങ്ങി നിന്ന് എന്തെല്ലാം കളികളൊക്കെ കളിച്ച് ഞാനും ചീമയും അടുത്തൊക്കെ കുട്ടികളൊക്കെ ഉണ്ടാവും, അവരൊക്കെ ആയിട്ട് കളിച്ച് ഒരു ഭയങ്കര എന്താ അത് പറയുക അല്ലേ. സത്യം പറഞ്ഞാൽ അമ്മ എപ്പോഴും പറയും, ഇടി എൻ്റെ വീട്ടിൻ്റെ അവിടെ പോയി, അമ്മയുടെ നാട് ഇളവട്ടം കേട്ടോ, ഇളവട്ടത്ത് എൻ്റെ കുടുംബ വീട്ടിൽ പോയി വീഡിയോ ഇട്. അപ്പോൾ ഞാൻ പുച്ഛിച്ച് തള്ളും കേട്ടോ. ഇപ്പം ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ സ്ഥലത്ത് വന്നപ്പോൾ എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ജനിച്ച് വളർന്ന് വരുന്ന സ്ഥലം എപ്പോഴും പ്രിയപ്പെട്ടതായിരിക്കും, ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരിക്കും. എനിക്ക് ഇവിടെ എത്രത്തോളം പ്രിയപ്പെട്ടതാണോ അതുപോലെയാണ് അമ്മയ്ക്ക് അമ്മ ജനിച്ച് വളർന്ന സ്ഥലവും എനിക്ക് പ്രിയപ്പെട്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എനിക്കത് എത്രത്തോളം, ഞാൻ പറഞ്ഞില്ല, എൻ്റെ അമ്മച്ചിയും അപ്പൂപ്പനും ഒക്കെ ഉറങ്ങുന്ന മണ്ണാണ്. അതുകൊണ്ടൊക്കെ എനിക്ക് വാങ്ങണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ അന്വേഷിച്ചപ്പോൾ അവർ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. കൊടുത്താലും ഇനി വാങ്ങുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ വാങ്ങിയാലായി. കാണുമ്പോൾ എനിക്ക് സങ്കടവും സന്തോഷവും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ അവർ കൊടുക്കുന്നില്ല എന്നൊരു കാര്യം പറഞ്ഞു. പിന്നെ ഈ ഏരിയയിൽ ആരും, ഞാൻ പറഞ്ഞില്ലേ, പഴയ ആൾക്കാർ ആരുമില്ല. നെയ്ബേഴ്സൊക്കെ പുതിയ ആൾക്കാരാണ്. താഴെ ഒരു പള്ളിയൊക്കെ വന്നു കേട്ടോ, ഒരു മുസ്ലിം പള്ളിയൊക്കെ വന്നു. പണ്ട് അതൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു പള്ളി, അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പുരോഗമനം എന്ന് തോന്നുന്നു. അല്ലാതെ ഇവിടെ വേറെ ഒന്നുമില്ല. കുറച്ച് റബ്ബറൊക്കെ മുറിച്ച് കുറേ പുതിയ ആൾക്കാർ വന്ന് വീടൊക്കെ വെച്ചു എന്നല്ലാണ്ട് 2 സൈഡും റബ്ബറായിരുന്നു. ഇപ്പോൾ അപ്പുറ സൈഡൊക്കെ വീടുകളായി കേട്ടോ. ഇതൊക്കെ നമ്മുടെ സ്ഥലമാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതല്ല. ഇവിടെയും നിറയെ റബ്ബറായിരുന്നു. ഇത് വേറെയും വീടുകളൊക്കെ ആയി. ആ വീടുകളിരിക്കുന്ന സ്ഥലങ്ങൾ ഫുള്ള് റബ്ബറായിരുന്നു കേട്ടോ. തൊട്ട് താഴെ ഒരു കുഞ്ഞു തോടുണ്ട്. ആ ഒരു വീട് കണ്ടോ, കാടൊക്കെ പിടിച്ച് കിടക്കുന്നത്, ആ വീടും നമ്മൾ കൊടുത്ത വീടാണ്. കൊടുത്ത വീടെന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥലം കൊടുത്തു അവർ വീട് വെച്ചതാട്ടോ. ഇത്രയും വരെ നമുക്കുള്ളതായിരുന്നു. ബാക്കി വേറെ പ്രോപ്പർട്ടി ആട്ടോ. അതുപോലെ തന്നെ ഞാൻ ആ മാവിൻ്റെയൊക്കെ അതിര് കാണിച്ചില്ലേ, നാട്ടുമാവൊക്കെ നിന്നെന്ന് പറഞ്ഞില്ലേ, അവിടെ നിന്ന് താഴെ അറ്റം വരെ നമുക്കുള്ളതാണ്. അങ്ങ് താഴെയൊക്കെ നിറയെ കാടായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ അങ്ങോട്ടൊന്നും പോയി വീഡിയോ എടുക്കാത്തത്. അത്യാവശ്യം പാമ്പും ചേരയും ഒക്കെ ഉള്ള സ്ഥലം തന്നെയാണ്. ഇനി ഇറങ്ങി റിസ്ക് എടുക്കണ്ടെന്ന് കരുതിയാണ് പിന്നെ താഴോട്ടൊന്നും പോവാത്തത്. ഇതിപ്പോൾ പോകുന്നത്, ഞാൻ ഏട്ടനോട് പറഞ്ഞു, ഇവിടെ തോടുണ്ട്, നമ്മൾ കുളിക്കാനൊക്കെ പോവുമായിരുന്നു, ഞാനും അച്ഛനും ഒക്കെ ചീമയൊക്കെ കുളിക്കാനൊക്കെ പോവുമായിരുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ തോട്
കാണാൻ പോകുന്നതാണ്. ഭയങ്കരമായിട്ട് മാറിയത് അവിടെ വൈറ്റ് കാണുന്നില്ല, അവിടെ ആട്ടോ ഇപ്പം മുസ്ലിം പള്ളിയൊക്കെ വന്നത്. മുസ്ലിം പള്ളിയായിട്ട് തന്നെ ഉണ്ട്. കൊച്ചു കുട്ടികളൊക്കെ അവിടെ താമസമുണ്ട് കേട്ടോ, എന്തൊക്കെയോ അങ്ങനെ എന്തോ ഒരു സെറ്റപ്പാണ്. കണ്ടോ, ഇവിടെയാണ് ഞാനും അച്ഛനും തമ്മിലുള്ള ഒരു കോമ്പിനേഷനെ ഓർമ്മ പറഞ്ഞുള്ളൂ കേട്ടോ. ചീമ ഞാൻ പറഞ്ഞില്ലേ, ചീമ ചെറുതായിരുന്നു, ഒരു 7-8 വയസ്സുള്ളപ്പോഴേ നമ്മളങ്ങനെ പോയി. ചീമ അത്രയും ഇവിടെയൊക്കെ എൻജോയ് ചെയ്തോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ചീമയും വരും കേട്ടോ, ഞങ്ങൾ 3 കൂടെ കുളിക്കാൻ വരും. എങ്കിലും കൂടുതലും ഞാനും അച്ഛനും കൂടെയാണ്. അച്ഛൻ്റെ വാലായിട്ട് ഞാൻ ഇങ്ങനെ നടക്കും, എവിടെ പോയാലും കൂടെ പോയി ഇങ്ങനെ പോയി ഇവിടെ വന്ന് കുളിക്കും. പിന്നെ അത് ഇവിടെയൊക്കെ നിറയെ പൂക്കളൊക്കെ നിൽക്കണില്ലേ, ഓണം ആകുമ്പോൾ അമ്മ അത്തത്തിട്ട ഉണ്ടാക്കും, ചെളിയെല്ലാം വെച്ച് അത്തത്തിട്ട ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ ചാണകമെല്ലാം പൂശിയിട്ട് ഓരോ ദിവസം ഓരോ തിട്ടയിൽ പൂ വയ്ക്കും കേട്ടോ. അതെല്ലാം ഇവിടെ നിന്ന് പറിക്കുന്നതാണ്. മഞ്ഞ കളറിലെ പൂവ്, കാട്ടുപൂക്കൾ, പിന്നെ കാക്കപ്പൂ എന്ന് പറഞ്ഞിട്ടൊരു പൂവുണ്ട് കേട്ടോ. അതൊന്നും ഇപ്പോൾ ഇവിടെ കാണാനില്ല, ഉണ്ടാക്കി കാണിച്ചു തരാം. കാക്കപ്പൂ, പിന്നെ തൊട്ടാവാടിയിലെ പൂ, അങ്ങനെയുള്ള അന്നൊന്നും ഈ പൂക്കളൊന്നും കടയിൽ നിന്ന് വാങ്ങില്ലല്ലോ. വാങ്ങുമായിരിക്കും, നമ്മൾ വാങ്ങില്ലായിരുന്നു. ദേ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ പറിച്ചുകൊണ്ട് പോയാണ് അത്തപ്പൂ വയ്ക്കുന്നത്. പിന്നെ ഈ ഏരിയയിലൊന്നും വേറെ ഹിന്ദുക്കളില്ലാത്തത് കൊണ്ട് ആരും അങ്ങനെ അത്തമൊന്നും ഇടത്തില്ല, നമ്മൾ തന്നെയാണ് അത്തമൊക്കെ ഇടുന്നത്. അത് കാണാൻ ആൾക്കാർ വരും. ഈ പറഞ്ഞ പോലെ പെരുന്നാളാകുമ്പോൾ നമ്മുടെ വീട്ടിൽ മേളമാണ് കേട്ടോ. എവിടെ നിന്നൊക്കെ സാധനങ്ങൾ വരുന്നു എന്ന് പറയാൻ പറ്റില്ല. തിരിച്ച് ഓണം ആകുമ്പോഴും അമ്മ തുടങ്ങും ഉണ്ണിയപ്പം, കളിവടയ്ക്ക, അത് ഇത് എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടാക്കി അമ്മ തുടങ്ങും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഊണ് ഒക്കെ എല്ലായിടത്തും എത്തിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അമ്മ എന്ത് സ്മാർട്ടായിരുന്നെന്നറിയാം, എന്തെല്ലാം സാധനങ്ങളുണ്ടാക്കി ഇത്രയും വീടുകളിൽ കൊടുക്കുമായിരുന്നെന്നറിയാം. നമ്മളൊറ്റ വീട് ഇവർക്കൊക്കെ കൊടുക്കണം, അവർ നമുക്കൊറ്റ വീടിന് തന്നാൽ മതി, എല്ലാവരും കൊണ്ട് തരുകയും ചെയ്യുമായിരുന്നു. അന്നൊന്നും വേണ്ടാത്ത പാടേ ഉണ്ടായിരുന്നില്ല കേട്ടോ, കഴിക്കില്ല. അത്രയ്ക്കുള്ള ഇത് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണെങ്കിലും ആക്രാന്ത്, ഇപ്പോൾ എത്ര കിട്ടിയിരുന്നെങ്കിലും ഞാൻ കഴിച്ചാണ്. ഇപ്പോഴാണെങ്കിൽ തരാനോട്ട് ആരും ഇല്ല എന്തായാലും. അവിടെ കുളിക്കുമായിരുന്നു. പിന്നെ ഇതേ കുറച്ചുകൂടെ ഫ്രണ്ടിൽ അവിടെ കുളിക്കും. ഈ പൂവൊക്കെയാണ് നമ്മൾ അത്തപ്പൂവിനായിട്ട് ഇടുന്നത് കേട്ടോ. ഇത്രയും നാട്ടിൻ പ്രദേശത്തുനിന്ന് വന്ന ആളാണ് ഞാൻ കേട്ടോ. അത് ഞാൻ എത്ര വളർന്നാലും നമ്മളിവിടുത്തെ ആൾ തന്നെയാണ്, അത് പറയാനും എനിക്കൊരു മടിയുമില്ല. എനിക്കതേറെ സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ ഇവിടെ നിന്ന് വന്ന ഒരാളാണ്. ഇവിടെയൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്ത് സഹകരണമാണെന്നറിയോ. നമ്മളൊക്കെ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് കാണുമ്പോൾ എന്താണ് ഏതാണ് അത്ര തന്നെ. പിന്നെ എല്ലാവരും ബിസിയാണ്, ജോലിക്ക് പോകുന്നവരും മറ്റുമൊക്കെയാണ്. അപ്പോൾ അവർക്കാർക്കും അതിനുള്ള സമയമില്ല, ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് വീടുകാരുമായിട്ട് സഹകരിച്ച്. ഇതിപ്പോൾ അച്ഛനും അമ്മയും ഒരു ദിവസം ഇല്ലെങ്കിലും നമുക്ക് തൊട്ടടുത്ത് വീട്ടിൽ നിൽക്കുക, അത്രയും സഹകരണവും സ്നേഹത്തോടെ ആയിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അടുത്ത ഞങ്ങളുടെ കുളിസ്പോട്ട് ഇതാണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ കുളിസ്പോട്ട് കേട്ടോ. കാരണം ഇങ്ങനെ ഒഴുകി പോകുന്ന വെള്ളമായതുകൊണ്ട് കുറച്ചുകൂടെ നല്ല വെള്ളമാണ്. അവിടെയും ഒഴുകി പോകുന്നതാണെങ്കിലും കുറച്ചുകൂടെ നല്ല വെള്ളം ഇവിടെയൊക്കെയാണ് ഞങ്ങൾ വന്ന് കുളിക്കുന്നത്. പിന്നെ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോയാൽ ഈ റോഡ് തന്നെ നടന്ന് പോകാനേ പറ്റും കേട്ടോ, വണ്ടിയൊന്നും പോകത്തില്ല. നടന്ന് പോയാൽ നമ്മുടെ പണ്ട് ഷായച്ചേട്ടനില്ലേ, ഷായച്ചേട്ടൻ്റെ വീട്ടിൽ പോവാം, മഞ്ചുവത്ത് പോവാം. അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡ് നടന്ന് പോയാൽ പൊന്മുടി, വിതുര ആ സൈഡ്, പൊന്മുടി പോകാൻ പറ്റില്ല, ആ റോഡിലേക്ക് പോകുന്ന വേറൊരു റോഡിലേക്കൊക്കെ ചെന്ന് കയറാം കേട്ടോ. അങ്ങനെയൊക്കെ ഉള്ള കുറേ ഉണ്ട്. നമ്മൾ ഫുൾ ഈ റോഡ് വഴി നടന്നാണ് ഇവിടെ ഒരു അമ്പലം ഉള്ളത്, അവിടെ കേട്ടോ, വെമ്പിൽ ശിവക്ഷേത്രം. അത് നമുക്കൊരു ദിവസം പോകാം കേട്ടോ. ആ ശിവക്ഷേത്രത്തിൽ ഇതുവഴി നടന്ന് ഞാനും അമ്മയും കൂടെ വല്ലപ്പോഴാണ് പോകുന്നത്, ഇത്രയും നടക്കാൻ വയ്യാത്തതുകൊണ്ട്. ചീമ വന്ന ശേഷം ചീമയും ഞങ്ങൾ 3 പേരും കൂടി നടന്ന് പോകും കേട്ടോ. കുറേ ദൂരമുണ്ട്, കുറേന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 2-3 കിലോമീറ്റർ വരും കേട്ടോ. നടന്ന് അങ്ങോട്ടും പോകും ഇങ്ങോട്ടും വരും. അതൊക്കെ ആലോചിക്കുമ്പോൾ അല്ലേ, അത് നമ്മളന്ന് പടക്കൊക്കെ വാങ്ങാൻ പോയില്ലേ, അതിൻ്റെയൊക്കെ ഒരു ഏരിയ ആയിട്ട് വരും ഈ വെമ്പിൽ ശിവക്ഷേത്രം എന്ന് പറയുന്നത്. ഈ പൂവാണ് നമുക്ക് പല്ലുവേദന വരുമ്പോൾ വേദന സംഹാരിയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മൊട്ടാണ് കേട്ടോ. ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് പല്ലിലൊന്നും വെക്കണ്ട. പണ്ട് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ഇതിന് വല്ല കാട്ടുചെടിയൊക്കെ ആണോ വിഷച്ചെടിയാണോ എന്നറിയില്ല. അരളിയൊക്കെ മരിച്ചൊക്കെ പോയ കഥകൾ നമ്മൾ കേട്ടില്ല. അതുകൊണ്ട് ഇനി ഇതൊക്കെ നിങ്ങൾ വാരി പല്ലിൻ്റെ ഇടയിൽ പല്ലുവേദന ശ്രീകുട്ടി പറഞ്ഞു വെച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അതെൻ്റെ തലയിലാവും. പണ്ട് ഞങ്ങളൊക്കെ ചെയ്യുന്ന കാര്യം പറഞ്ഞേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞൊന്നും ചെയ്യരുത്. പിന്നെ ഇതിലൊക്കെ കാട്ടിൽ നിൽക്കുന്ന ശംഖുപുഷ്പം പോലത്തെ പൂവാട്ടോ. ഇതൊക്കെയാണ് നമ്മളെ അത്തപ്പൂവിനിടുന്നത്. ഞാനിങ്ങനെ ഏട്ടനോട് കാക്കപ്പൂവിൻ്റെ കാര്യം പറയണം. കാക്കപ്പൂ ഇപ്പോൾ ഗാർഡനിലൊക്കെ ഇങ്ങനെ നഴ്സറികളിൽ ഇങ്ങനെ വിൽക്കാനായിട്ട് വീട്ടിലൊക്കെ ഇപ്പോൾ നിൽക്കുന്നതാണ് കാക്കപ്പൂ. വീടുകളിൽ ഇപ്പോൾ ഫാഷൻ ചെടിയായിട്ട് വയ്ക്കാറുണ്ട്. ഇതാണ് കാക്കപ്പൂ കേട്ടോ. ഇപ്പോൾ നഴ്സറികളിൽ ഈ പൂ അവൈലബിൾ ആണ്. വീട്ടിൽ ഒരുപാട് പേര് കൊണ്ടുവന്ന് നട്ട് പിടിപ്പിച്ചേക്കുന്നത് കാണാം കേട്ടോ. ഇതൊക്കെയാണ് കാട്ടുചെടികളൊക്കെയാണ് നമ്മൾ അത്തപ്പൂ ഇട്ടുകൊണ്ടിരുന്നത്. തൊട്ടാലുടനെ വാടുന്നത് കൊണ്ടാണ് തൊട്ടാവാടി എന്ന് പറയുന്നത്. അതിൻ്റെ പൂവ് സത്യൻ്റെ വേദക്കൊച്ചിന് പോലും ഇതൊന്നും അറിയത്തില്ലായിരിക്കും കേട്ടോ. ഇനി ഒരു ദിവസം ഉറപ്പായിട്ട് എനിക്ക് വേദ ഇവിടെ കൊണ്ടുവന്ന് കാണിക്കണം. വേദയ്ക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളും. ഈ തോടിലൊക്കെ വേദ മറിഞ്ഞാണ്, നല്ല മഴയൊക്കെ ഉള്ള സമയം വന്നാൽ നല്ല വെള്ളമൊക്കെ കാണും. അപ്പോൾ ഒരു ദിവസം വന്ന് നമുക്ക് ഈ തോട്ടിലൊക്കെ ഇറങ്ങി കുളിക്കാം കേട്ടോ. വേദം മറിഞ്ഞ് കുളിച്ചിട്ടൊക്കെ വരട്ടെ, അമ്മയുടെ നാടൊക്കെ കാണട്ടെ അല്ലേ.
ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എൻ്റെ സന്തോഷം എത്രയാണെന്നുള്ളത് ഈ വോയിസ് ഓവറിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. ഞാൻ അത്രയും സന്തോഷത്തോടായിട്ടായിരുന്നു വോയിസ് ചെയ്യുന്നത്. ഞാൻ ഭയങ്കരമായിട്ട് എൻ്റെ നാട് മിസ് ചെയ്യുന്നുണ്ട്. ആ കുട്ടിക്കാലം ഞാൻ ഭയങ്കരമായിട്ട് സ്കൂളിൽ പോകുന്ന കാര്യം ഒഴികെ ബാക്കി എല്ലാം എനിക്കിവിടെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇത് അവിടെ ഞാൻ പറഞ്ഞില്ലേ പള്ളി എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഒരു സജ്നയും ഒരു ഷാനവാസും ഒക്കെ ഉണ്ട് കേട്ടോ, നമ്മുടെ ഫ്രണ്ട്സാണ്. അവരൊക്കെ കല്യാണം കഴിഞ്ഞ് അവരൊക്കെ കുറച്ച് ദൂരോട്ട്, ഇപ്പം ഇവിടെ തന്നെ ആ റോഡ് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ അവിടേക്കാണ് ഇപ്പോൾ താമസം കേട്ടോ. അപ്പോൾ എല്ലാവരുമായിട്ടൊക്കെ കളിക്കുന്നത്, ഞങ്ങളൊക്കെ ഒരു ടീമാണ്. ഇങ്ങനെ മറ്റേ മണ്ണ് വെച്ചിങ്ങനെ ചിരട്ടയിൽ മണ്ണെല്ലാം കൂട്ടി ഇങ്ങനെ കളിക്കുന്നത്, അങ്ങനെയൊക്കെ എന്തെല്ലാം കളികളാണെന്ന് അറിയോ. അയ്യോ ദൈവമേ, റബ്ബർ നിറയെ ഉള്ളതുകൊണ്ട് മരം തൊട്ട് കളി, ഊഞ്ഞാൽ കെട്ടൽ, ആടൽ, അയ്യോ സത്യം ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. സത്യം പറഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ട് പോയതിന് ശേഷം ഇന്നാണ് ഞാനിവിടെ ഇങ്ങനെ ഇറങ്ങി വിശാലമായിട്ട് കാണുന്നത്. അതിനുശേഷം 2 പ്രാവശ്യം ഞങ്ങളിവിടെ വന്നു. ഒരു പ്രാവശ്യം ഏട്ടൻ ഇവിടെയൊക്കെ കാണണമെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി വന്നു. ജസ്റ്റ് കാറിലിരുന്ന് വന്നു, താഴെ തോട്ടിൻ്റെ അവിടം വരെ പോയി വണ്ടി തിരിച്ചു, കാറിൽ തന്നെ തിരികെ അങ്ങ് പോവുകയും ചെയ്തു. 2ാമത്തെ പ്രാവശ്യം ചീമയുടെ കല്യാണം വിളിച്ച് ഇവിടെ 1-2 വീടുകളിൽ വിളിക്കാനുണ്ടായിരുന്നു. വിളിക്കാൻ വന്നു. ഇവിടെ എന്നും ഇറങ്ങിയില്ല കേട്ടോ, ഇവിടെ എങ്ങും ആരെയും പരിചയമില്ല. അപ്പം നേരെ ഞാൻ പറഞ്ഞില്ലേ സജിന ഷാനവാസിൻ്റെയൊക്കെ വീട്ടിൽ നീറ്റാണി എന്ന് പറയും, ആ റോഡ് അങ്ങനെ കുറച്ച് പോയി അവിടെ ചെന്ന് കല്യാണം വിളിച്ചു, തിരിച്ചു വന്നു. വീടൊക്കെ ഇങ്ങനെ വണ്ടിയിലിരുന്ന് ജസ്റ്റ് കണ്ടതേ ഉള്ളൂ കേട്ടോ. ഇന്നാണ് വന്നിട്ട് ഇവിടെ എല്ലാം ഇറങ്ങി നടന്ന് എൻ്റെ വീടൊക്കെ ഒന്നുകൂടെ കണ്ടപ്പോൾ എനിക്ക് വല്ലാതെ വിഷമം വരുന്നു. എനിക്കറിയില്ല, വാങ്ങിച്ചാലും നമുക്ക് ഇവിടെ പറ്റുമോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല. പക്ഷെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അമ്മ പറഞ്ഞു ഇവിടെ വാങ്ങിയിട്ട് ആരെങ്കിലും വാങ്ങിയിട്ട് നമുക്ക് ഇവിടെ താമസമാവാം എന്നൊക്കെ പറഞ്ഞിരിപ്പുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ വേണ്ട, പിന്നീട് നമുക്ക് ഇനി അങ്ങോട്ട് പോവണ്ട എന്നൊക്കെ തോന്നും. ശരിക്കും പറഞ്ഞാൽ ആ കാർ അവിടെ ഇട്ടിട്ട് നടന്നു വന്നത് കൊണ്ട് കുറച്ചുകൂടെ എനിക്ക് ആസ്വദിക്കാൻ പറ്റി കേട്ടോ. അല്ലെങ്കിൽ നേരെ വീടിൻ്റെ അവിടെ വരെ കാറിൽ വരും, വന്നിട്ട് തിരിച്ചു പോവും. അതിലൊരു ഭംഗി ഉണ്ടാവില്ലായിരുന്നു അല്ലേ? ഭംഗിയല്ല, ഇത്രയും എനിക്ക് ആസ്വദിക്കാനും പറ്റില്ല, നിങ്ങൾക്കും ആസ്വദിക്കാൻ പറ്റില്ല. സത്യമായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. കള്ളിക്കാട് വീടാണോ കള്ളിക്കാട് ഏരിയ ആണോ ഇഷ്ടമായത്, ഇവിടാണോ ഇഷ്ടമായെന്നുള്ള സത്യസന്ധമായിട്ട് കമൻറ്റ് ചെയ്താൽ മതി. പക്ഷേ എനിക്ക് തോന്നുന്നു ഏട്ടൻ പറഞ്ഞു കേട്ടോ നല്ല രസമുണ്ട് എന്ന് പറഞ്ഞു. നീ ഈ കാട്ടിൽ നിന്നാണോ വന്നത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവൾ സിറ്റിയിൽ നിന്ന് വന്നപ്പോൾ ഇത് കാടായിപ്പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏട്ടൻ ഇങ്ങനെ കളിയാക്കുന്നുണ്ട് കേട്ടോ. കാടൊന്നുമില്ല, പ്രകൃതി രമണീയത തുളുമ്പി നിൽക്കുന്നതാട്ടോ. ഇത് നമ്മുടെ പരിചയക്കാരാണ്. ഈ ഏരിയയിൽ എനിക്ക് തോന്നുന്നു ഇവർ മാത്രമേ പഴയ ആൾക്കാരായിട്ടുള്ളൂ. അവരും താമസമില്ല, ജസ്റ്റ് അവിടെ എന്തോ പശുവോ പോത്തോ ഒക്കെ ഉണ്ട്, അതിന് വെള്ളം കൊടുക്കാൻ എന്തോ വന്നതാണ് കേട്ടോ. അപ്പോഴാണ് ഇങ്ങനെ കണ്ടത്, യാദൃശ്ചികമായിട്ട് കണ്ടു. പിന്നെ കയറി കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. ഇവിടെ എങ്ങും കറണ്ട് ഇല്ലാത്തതുകൊണ്ട് വീട്ടിനകത്ത് കയറിയാൽ വലിയ വെട്ടമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് വീട്ടിനകത്ത് കയറുമ്പോൾ വീട് എല്ലാം ഒരു മങ്ങൽ പോലെ തോന്നും, കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, നിങ്ങൾ സത്യസന്ധമായിട്ട് കമൻറ്റ് ഇട്ടാൽ മതി. കള്ളിക്കാട് വീടാണോ ആ ഏരിയയും പരിസരമൊക്കെയാണ് ഇഷ്ടമായത്, എൻ്റെ നാടും പരിസരമൊക്കെയാണോ ഇഷ്ടമായെന്നുള്ളത്. ആ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കാർ ഇട്ടിരിക്കുന്ന അതുവരെ നടക്കുമായിരുന്നു. സ്കൂള് ഒരു 7th വരെ ഞാൻ പറഞ്ഞില്ലേ ക്രിസ്തു ജ്യോതിയിലാണ് പഠിച്ചത്. അവിടെ വണ്ടി അവിടം വരെ വരുള്ളായിരുന്നു, അവിടം വരെ നടക്കുമായിരുന്നു. പിന്നെ അത് ഇതുവരെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഇതുവരെയൊക്കെ വരുമായിരുന്നു. പിന്നെ ഞാൻ ഒരു 1.5 വർഷം ഗവൺമെൻറ് ഗേൾസ് സ്കൂൾ നെടുമങ്ങാട് പഠിച്ചു. അപ്പോൾ ഇവിടെ നിന്ന് ചുള്ളിമാനൂർ വരെ നടക്കുമായിരുന്നു കേട്ടോ. അന്നൊക്കെ കൂളായിട്ട് നടന്നു നിന്നിപ്പോൾ ഒരു കയറ്റം കയറിയപ്പോഴേ എനിക്ക് ശ്വാസം മുട്ടുന്നു. അപ്പോൾ നമ്മളിങ്ങനെ പോകാനായിട്ട് ഇറങ്ങിയപ്പോഴാണ് ആൻറ്റിയെ കണ്ടത്. പിന്നെ കയറിയിരുന്നു, കുറച്ച് കാര്യമൊക്കെ പറഞ്ഞു. അധികം ഇരിക്കാനുള്ള സമയമില്ല കേട്ടോ. എല്ലാവരും നമ്മളും വർഷങ്ങൾക്ക് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടതിൻ്റെ സ്നേഹവും സന്തോഷവും. അയ്യോ പോണോ ഞാൻ പറഞ്ഞു പോയേ പറ്റൂ. കാരണം വേദ സ്കൂൾ വിട്ട് വരുമ്പോൾ എനിക്ക് തിരിച്ചവിടെ എത്തണം. അപ്പോൾ അതിന് മുന്നേ ഇവിടെ എല്ലാം ഒന്ന് കണ്ട് ഇറങ്ങി എല്ലാവരെയൊക്കെ കണ്ട്, എല്ലാവരെയും എല്ലാം കാണുന്നവരെ കണ്ടിട്ട് ഇങ്ങനെ പോകാമെന്ന് കരുതി. മെയിനായിട്ട് വീടാണ് നമ്മൾ എടുക്കാനായിട്ട് വന്നത്. അപ്പോൾ എന്തായാലും എല്ലായിടത്തും അല്ല, കണ്ടവരോട് സംസാരിച്ചു കയറിയിരുന്നു. ഇനി എനിക്ക് എന്തായാലും മഞ്ജു ചേച്ചിയുടെ വീട്ടിൽ പോകണം. ഏതാവശ്യത്തിന് വിളിച്ചാലും ചേച്ചിയും ആൻറ്റിയും ഒക്കെ വരികയും ചെയ്യും. ആ ചേച്ചിയോടും എനിക്കായാലും ചീമയ്ക്കായാലും പ്രത്യേക അറ്റാച്ച്മെൻറ്റാണ്. ഞങ്ങൾ ട്യൂഷൻ എടുത്തതാണ്, ഫുൾ ട്യൂഷൻ എന്നെയും ചീമയും എടുത്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളൊക്കെയാണ് നമുക്കിപ്പോൾ, നമ്മളൊക്കെ അന്ന് കുഞ്ഞായിരിക്കുമ്പോൾ ഈ പുറം ലോകമായിട്ടുള്ള കുറേ കാര്യങ്ങൾ മഞ്ജു ചേച്ചി പറഞ്ഞു തരുമായിരുന്നു. പല സിനിമകളെ പറ്റിയും കുറേ പുതിയ അറിവുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ നമ്മൾ ട്യൂഷൻ ടീച്ചറായിട്ടല്ല, ഭയങ്കര കൂട്ടായിരുന്നു, ഭയങ്കര കമ്പനിയായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചൊക്കെ ഇരിക്കുമായിരുന്നു. ആ സ്നേഹം എപ്പോഴും ഉണ്ട്. ആ ചേച്ചിയുടെ നമ്പറും കാര്യങ്ങളൊക്കെ എപ്പോഴും, ആ ഏരിയയിൽ എനിക്ക് ആകെ കൂടെയുള്ള നമ്പർ മഞ്ജു ചേച്ചിയുടെയാണ്. ആ ഒരു സ്നേഹബന്ധം ഇപ്പോഴുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് മഞ്ജു ചേച്ചിയുടെ വീട്ടിൽ ഒന്ന് കയറണം, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ സ്കൂള് നമ്മുടെ വിമല ഹൃദയ കോൺവെൻറ്റും എൻ്റെ ക്രിസ്തു ജ്യോതി സ്കൂളും ഒന്ന് പെർമിഷൻ ചോദിച്ചു നോക്കണം. അവർ പെർമിഷൻ തരികയാണെങ്കിൽ ഞാൻ പഠിച്ച എൻ്റെ സ്കൂളുകളോടെ ഒന്ന് കാണിക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഈ ഒരു യാത്ര. എത്ര നാൾ കൊണ്ട് കരുതുന്നതല്ലേ, എത്ര നാൾ കൊണ്ട്
ഒരു പക്ഷേ നിങ്ങൾക്കും അറിയാം, എല്ലാം മിക്കവാറും വീട്ടിൽ പറഞ്ഞ് നമുക്കൊരു ദിവസം പോവാം, ആറന്മുളയിൽ പോവാം, അവിടുത്തെ വീഡിയോ ഒക്കെ എടുക്കാം എന്നൊക്കെ പറയില്ലേ. നമ്മുടെ വീടിൻ്റെ പേര് CP ഹൗസ് എന്നാണ് കേട്ടോ. അപ്പൂപ്പൻ്റെ പേര് ചെല്ലപ്പൻ പിള്ളയും അമ്മൂമ്മയുടെ പേര് പൊന്നമ്മയാണ്. അപ്പോൾ അപ്പൂപ്പൻ്റെ സിയും അമ്മൂമ്മയുടെ പിയും കൂടെ ചേർന്നിട്ട് CP ഹൗസ് എന്നാണ് വീടിൻ്റെ പേര്. ഈ സ്ഥലത്തിൻ്റെ പേര് ആറാംപള്ളി, ചുള്ളിമാനൂർ ആറാംപള്ളി. ഇവിടെയാണ് ദ ഗ്രേറ്റ് ശ്രീകുട്ടിയുടെ ജനനം എന്ന് പറയുന്നത്. ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് എൻ്റെ ഓപ്പോസിറ്റ് എല്ലാം റബ്ബറായിരുന്നു. ഈ ഒരു വീടുണ്ടായിരുന്നു കേട്ടോ. ഈ വീട് എനിക്ക് ഓർമ്മയുണ്ട്. അത് കുറച്ച് പിന്നീട് വെച്ച വീടാണ്. അവിടെയും റബ്ബറൊക്കെ ആയിരുന്നു. അതെല്ലാം മുറിച്ചിട്ട് അവർ വെച്ച വീടാണ്. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, അവർ വെച്ച വീടാണെന്നൊക്കെ ഉള്ളത്. ഇപ്പുറ സൈഡൊക്കെ നിറയെ റബ്ബറായിരുന്നു. ഇവിടെ ഫുൾ തണലായിരുന്നു കേട്ടോ. ഇതിപ്പോൾ നല്ല വെയിലുള്ള സമയമാണെങ്കിലും നമുക്ക് ആ വെയിൽ ഫീൽ ചെയ്യുന്നില്ല. നിറയെ മരങ്ങളും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് കൊണ്ട് നല്ല തണൽ ഫീൽ ചെയ്യുന്നുണ്ട്. അവിടെ ആ റബ്ബറൊക്കെ നിന്നപ്പം നിറയെ തണലായിരുന്നു. ഇപ്പം റബ്ബറൊക്കെ മുറിച്ചിട്ടേക്കാണ്. എനിക്ക് തോന്നുന്നു പ്ലോട്ടൊക്കെ തിരിച്ചു കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. എല്ലാം ഫുൾ തിരിച്ച് പ്ലോട്ടെല്ലാം റബ്ബറെല്ലാം ഇടിച്ച് മാറ്റിയിട്ടേക്കാണ്. അപ്പോൾ ഇനി ചിലപ്പോൾ വരുമ്പോൾ വീടുകളൊക്കെ ആയാൽ ഈ ഭംഗിയൊന്നും കാണില്ല കേട്ടോ. ഇതിപ്പോൾ വീടുകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് റബ്ബറും കാടും ഒക്കെ പിടിച്ച് കാണുമ്പോൾ നമ്മൾ വേറെ എവിടെയോ പോയതുപോലെ അല്ലേ, ഒരു വയനാടോ എവിടെയെങ്കിലുമൊക്കെ പോയൊരു ഫീലില്ലേ. ഞാൻ തള്ളുന്നതല്ല കേട്ടോ, എനിക്ക് അങ്ങനെയൊക്കെ തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. നോക്കി നമ്മൾ ട്രിവാൻഡ്രത്തൊരു സ്ഥലമാണെന്ന് പറയാം. ട്രിവാൻഡ്രത്ത് ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളും ഉണ്ടാവാം, പക്ഷേ എന്ത് രസമല്ലേ. പക്ഷേ ഇവിടെ അങ്ങനെ മറ്റേ കള്ളിക്കാടാണെങ്കിൽ അവർ പറയും മഞ്ഞൊക്കെ ഇറങ്ങും. ഈ ഡിസംബർ സീസൺ, വിൻ്റർ സീസൺ തുടങ്ങി കഴിഞ്ഞാൽ അവിടെ മഞ്ഞൊക്കെ ഇറങ്ങും. അവിടെ കാട്ടുപന്നിയുണ്ട്, കുരങ്ങന്മാരുണ്ട്, മയിലുണ്ട്. ഇവിടെ പക്ഷെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഒരു കുരങ്ങനെ പോലും ഞാൻ കണ്ടിട്ടില്ല. ഈ ഡിസംബറൊക്കെ ആകുമ്പോൾ മൂടൽമഞ്ഞ് അങ്ങനെയൊന്നുമില്ല, തണുപ്പൊക്കെ ഉണ്ടാവും. കാരണം മരങ്ങളും കാര്യങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് സിറ്റി പോലെയല്ല, തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ മൂടൽമഞ്ഞ് പോലെ അങ്ങനത്തെ സംഭവമില്ല. പന്നിയുടെ ശല്യമൊന്നുമില്ല. പന്നിയുടെ ശല്യമില്ലായിരിക്കാം. ഇവിടെ പിന്നെ വേറെ കൃഷിയൊന്നുമില്ല കേട്ടോ. ഈ വാഴ കൃഷിയോ അങ്ങനെയുള്ളതൊന്നുമില്ല. ഫുൾ റബ്ബർ തന്നെയാണ്, എല്ലാവർക്കും റബ്ബർ തന്നെയാണ്. അതുകൊണ്ട് റബ്ബർ കുത്തി കളയ്ക്കാനായിട്ട് എന്തായാലും പന്നി വരില്ലല്ലോ. പിന്നെ തെങ്ങൊക്കെ നിൽപ്പുണ്ട്, അതിൽ കുരങ്ങനൊന്നും വരത്തില്ല. നമ്മുടെ അവിടെ ഇപ്പോഴും തെങ്ങും കുരുമുളകും ഒക്കെ നിറയെ നിൽപ്പുണ്ട് കേട്ടോ. പണ്ട് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവിടെ കുരുമുളക് വിറ്റിട്ട് അമ്മയ്ക്ക് വള വാങ്ങിയിട്ടുണ്ടെന്ന് പണ്ട്. അന്ന് സ്വർണ്ണത്തിനൊക്കെ വില കുറവാണ്. അപ്പോൾ അത്രമാത്രം കുരുമുളകും തെങ്ങും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അവിടെ ഒന്ന് രണ്ട് തെങ്ങൊക്കെ നിൽക്കുന്നു, പക്ഷെ എല്ലാത്തിലും കുരുമുളകിൻ്റെ വള്ളി പടർത്തി വിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. കുരുമുളകൊക്കെ ഇപ്പോഴും ഉണ്ട്. അന്ന് കുരുമുളക് വാങ്ങില്ല, തേങ്ങ വാങ്ങില്ല, എണ്ണ ആട്ടിയെടുക്കും. ഇപ്പോൾ തേങ്ങ കള്ളിക്കാട് വീട്ടിൽ നിന്ന് കിട്ടും. കുരുമുളകും എനിക്ക് കള്ളിക്കാട് നിന്ന് അല്ലെങ്കിൽ ദീപശേഷിയുടെ അവിടെ നിന്നൊക്കെ കിട്ടും. പക്ഷേ എങ്കിലും നമ്മുടെ നെട്ടയത്ത് വീട്ടിലാണെങ്കിൽ തേങ്ങ വാങ്ങണം, കുരുമുളക് വാങ്ങണം, എല്ലാം വാങ്ങൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അതേ നടന്ന് പോവുകയാണ്. ഞാൻ നടന്ന് തളർന്ന് പോവുകയാണ് കേട്ടോ. അതാണ് ഞാൻ പറയുന്നത്, ഇവിടുന്ന് ചുള്ളിമാനൂർ വരെ നടന്നുകൊണ്ടിരുന്നവളാണ് ഞാൻ. ഇപ്പോൾ എനിക്കൊരു തുള്ളി നടക്കാൻ വയ്യ. കാരണം സ്കൂട്ടറിൽ നിന്ന് എങ്ങോട്ടും സ്കൂട്ടർ വിട്ടൊരു യാത്രയില്ലല്ലോ നടന്നുകൊണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ ബുദ്ധിമുട്ടാണ് കാണുന്നത്. പിന്നെ കയറ്റമുണ്ട് കേട്ടോ. കയറ്റം കൂടെ ആയപ്പോൾ കുറച്ചൊന്ന് തളർന്നു പോയി ഞാൻ. വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ നന്നായിട്ട് തളർന്നു. ഇനി മഞ്ജു ചേച്ചിയുടെ വീട്ടിൽ കയറിയിട്ട് വേണം വെള്ളം കുടിക്കാനായിട്ട്. താഴത്തെ വീട്ടിൽ കയറിയിട്ട് വെള്ളം കുടിക്കണമെന്ന് വെച്ചാൽ മറന്നു കേട്ടോ. കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അങ്ങ് മറന്നു പോയി. അപ്പോൾ പള്ളിയിലേക്ക് പോകുന്ന ഒരു ആൻറ്റി, അയ്യോ ശ്രീകുട്ടിയല്ലേ ഇതെവിടെ പോണ്? ഞാൻ പറഞ്ഞ താഴെ വരെ വന്നു. താഴെ എന്താവശ്യത്തിനോ? ഞാൻ പറഞ്ഞു എൻ്റെ വീട് അവിടെ ആയിരുന്നു. ആണോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവരൊക്കെ പുതിയ വരുത്തരാണ്, നമ്മളിവിടെ ഉള്ളവരാണ്, അതവർക്ക് മനസ്സിലായില്ല. പണ്ട് സ്കൂളിൽ മാത്രമല്ല കേട്ടോ, അച്ഛൻ്റെ കൂടെയൊക്കെ എന്തോരം നടക്കാം. ഞാൻ പറഞ്ഞില്ലേ മാർക്കറ്റിലൊക്കെ അച്ഛൻ്റെ കൂടെ പോവുമായിരുന്നേ. ഓ അതൊക്കെ ഒരു കാലം. സ്കൂളിൽ പോകുന്ന കാര്യം ഒഴികെ ബാക്കിയെല്ലാം ആലോചിക്കുമ്പോൾ എന്താ സന്തോഷം. അയ്യോ ഇവിടെ വല്ലാതെ മിസ് ചെയ്യുന്നു ഗൈസ്. ഏട്ടനൊന്നും ആ മിസ്സിങ് ഉണ്ടാവില്ല, കാരണം അവിടെ അവർ വീട് വെച്ചൊക്കെ താമസിക്കണം, എപ്പോഴും പോവുകയൊക്കെ ചെയ്യല്ലേ. പക്ഷേ എനിക്കെന്തോ കണ്ടിട്ട് വീഡിയോ കാണുമ്പോഴും ഭയങ്കര വിഷമവും. ആ വീട് കണ്ടിട്ടേ നമ്മൾ അടിച്ച പെയിൻറ്റ് പോലും ഇതുവരെയും മാറിയിട്ടില്ല. ജനലൊക്കെ പഴയ ജനലും വാതിലൊക്കെ അച്ഛൻ അന്ന് പറഞ്ഞ് അന്നത്തെ ഡിസൈനൊക്കെ താമര വേണം, ചക്രം വേണം എന്നൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിച്ച വാതിലാട്ടോ. അതൊക്കെ അതുപോലെ ഇരിപ്പുണ്ട്. എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ, ടൈൽസ് ഉൾപ്പെടെ അതുപോലെ ഇരിപ്പുണ്ട് കേട്ടോ. ആ ടൈലിൽ ഒരു ഇലയുണ്ട്, അത് നമ്മുടെ നിഷാന്ത് ആട്ടുകുട്ടിയില്ലേ, അത് വന്ന് കടിച്ച് തിന്നുകൊണ്ടിരിക്കുന്നു. ആ ടൈലും എപ്പോഴും അതുപോലെയുണ്ട്. പറയിട്ട് കാര്യമില്ല, അത് ഇത്ര വർഷം മുമ്പുള്ള കാര്യമല്ലേ. ഏട്ടനോട് പറയായിരുന്നു, ഇവിടെ വരെ ഞങ്ങൾ ക്രിസ്തുജ്യോതി പഠിക്കുമ്പോൾ ബസ്സിന് വേണ്ടിയിട്ട് ബസ് ഇതുവരെ വരത്തുള്ളൂ, ഇവിടം വരെ നടന്ന് വരുമായിരുന്നു. അന്ന് റോഡൊന്നും ഇത്രയും വിശാലമായിട്ടില്ല കേട്ടോ. നടന്ന് പോവാൻ വണ്ടികൾ അത്യാവശ്യം വരുമെന്നല്ലാണ്ട് അത്രയും ഇതായിട്ടില്ലായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ എല്ലാം കണ്ടു കഴിഞ്ഞ ശേഷം നേരെ മഞ്ജു ചേച്ചിയുടെ വീട്ടിലേക്ക് വരികയാണ്. ചേച്ചി ഇവിടെ വഞ്ചിയൂർ കോർട്ടിൽ വർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ചേച്ചി ഉണ്ടാവില്ലെന്ന്, വർക്കിംഗ് ഡേ ആണ്, ഉണ്ടാവില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ആൻറ്റി ഉണ്ട്. ആൻറ്റിക്ക് എന്നെ ദൂരെ നിന്ന് കണ്ടപ്പോഴേ മനസ്സിലായി. അയ്യോ ശ്രീകുട്ടി അടിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആൻറ്റി എന്ന് പറഞ്ഞ്.
അങ്ങനെ അകത്തേക്ക് കയറി ഞാൻ പറഞ്ഞു ആൻറ്റി കുറച്ച് വെള്ളം തായോ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയും കറണ്ട് ഇല്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞ് പുറത്തിരിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ദാഹിക്കുന്നു. അപ്പോൾ ആൻറ്റി വെള്ളം എടുക്കാൻ പോയപ്പോൾ പിന്നെ പിറകെ കൂടെ പോയി കേട്ടോ. ഓ, ഇവിടെ നിന്നൊക്കെ എത്ര ഉറട്ടിയും ചിക്കൻ കറിയും കഴിച്ചിട്ടുണ്ടെന്നറിയോ. ഒരു ദിവസം ഇവിടുത്തെ ആയിരിക്കും ഡിന്നർ കേട്ടോ. നോയമ്പൊക്കെ തുടങ്ങിയാൽ നോയമ്പ് മുറിക്കുന്ന സമയം മഞ്ജു ചേച്ചി വിളിക്കും ഇവിടെ നിന്ന് കഴിക്കാൻ കേട്ടോ എന്ന് പറയും. ഞാനും ചീമയും കൂടെ ഒരുങ്ങി കെട്ടിപ്പോവും, ഉറട്ടിയും ചിക്കൻ കറിയും. അന്നൊക്കെ പിന്നെ ഓരോ ഉറട്ടിയൊക്കെ കഴിച്ചാലായി. പക്ഷേ ചിക്കനോട് താല്പര്യമുണ്ട് കേട്ടോ. ചിക്കനോട് വേദയ്ക്കുള്ള പോലത്തെ ആക്രാന്തമായിരുന്നു എനിക്കും. പക്ഷേ എങ്കിലും ഈ കഴിക്കുന്ന ഇപ്പം ഞാൻ കഴിക്കുന്ന പോലെ അന്ന് കഴിക്കത്തില്ലായിരുന്നു. അതിൽ ഞാൻ ഖേദിക്കുന്നു ഗൈസ്. പക്ഷേ ഇഷ്ടം പോലെ എല്ലാവരും തന്നിട്ടുണ്ട് കേട്ടോ. എവിടെയെങ്കിലും കല്യാണം, പിന്നെ സുന്നത്തെ കല്യാണം ഒക്കെ ഇവിടെ നിറയെ നടക്കുമ്പോൾ എന്ത് ആഘോഷം വന്നാലും നമുക്ക് കോളായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് വേണ്ടാത്തതിൻ്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതേ വെള്ളം കുടിക്കാനായിട്ട് അകത്തേക്ക് കയറുകയാണ്. കയറിയപ്പോഴേക്കും പഴം ഇരിക്കുന്നു. പഴം കഴിക്കുമെന്ന് പറഞ്ഞ് പഴമൊക്കെ എടുത്ത് ആൻറ്റി തരാം കേട്ടോ. അപ്പോൾ പഴം കഴിച്ചപ്പോൾ നല്ല മധുരം. അപ്പോൾ പറഞ്ഞ് വേറെ പഴം ഇരിപ്പുണ്ട്, അവർ അപ്പുറത്തെവിടെ സ്ഥലമുണ്ട് കേട്ടോ, അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്, ഇപ്പോൾ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ആൻറ്റി പഴം എടുക്കാൻ പോയി. അങ്ങനെ ആൻറ്റിയുടെ പിറകെ വീണ്ടും ഞങ്ങളും പോയി. പിന്നെ മഞ്ജു ചേച്ചിയുടെ കാര്യമൊക്കെ കുറേ പറഞ്ഞു. ഇപ്പം അങ്ങോട്ട് പോയതേ ഉള്ളൂ, കുറച്ച് സമയമാവേ ഉള്ളൂ. ഞാൻ പറഞ്ഞ് നമ്മൾ ഇരിക്കാൻ വേണ്ടിയിട്ട് വന്നതല്ല, പോയ വഴിക്ക് ജസ്റ്റ് കയറിയെന്നേ ഉള്ളൂ. വേറൊരു ദിവസം ഞാൻ അമ്മയും കൊണ്ട് വരാം, വന്നിട്ട് ഇവിടെയൊക്കെ ഇരുന്ന് വിശാലമായിട്ട് ഇരുന്നിട്ടൊക്കെ പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാര്യം പറയട്ടെ. എവിടെ പോയാലും എല്ലാവരും ഇരിക്കും, നിൽക്കി, കിടക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹയോ പോണാന്നുള്ളൊരു ഇത് കേട്ടോ, എന്താ സന്തോഷം. അവർക്കും സന്തോഷം, നമുക്കും. കുറേ നാളിന് ശേഷമൊക്കെ ഇങ്ങനെ കണ്ടു, നമ്മളിങ്ങനെ വരുന്നു എന്നൊക്കെ കണ്ടപ്പോൾ ഉള്ളൊരു സന്തോഷം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വേദ എത്തുന്നതിന് മുന്നേ എനിക്ക് വീടെത്തണം, ഇനി സ്കൂളിലൊക്കെ പോയി ഒന്ന് വീഡിയോ എടുക്കണം. അപ്പോൾ എല്ലായിടത്തും കൂടെ കയറി ഒരുപാട് സമയം നിന്നാൽ പറ്റത്തില്ല. അപ്പോൾ അമ്മയും കുറേ നാളുകൊണ്ട് ആറാമ്പള്ളിയിൽ നീ വീഡിയോ എടുക്കാൻ പോകുമ്പോൾ എന്നെ കൂടെ വിളിക്കണേ എന്ന് പറയാറുണ്ട്. അമ്മയെ വിളിക്കാതെയാണ് ഞാൻ വന്നത്. അപ്പോൾ അമ്മ കേട്ട് എന്നെ കൂടെ കൊണ്ടുപോയിക്കൂടായിരുന്നോ എന്ന് ചോദിച്ചു. ഇനി ഒരു ദിവസം അമ്മയും കൊണ്ട് നമുക്ക് വരാം കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ഇരുന്ന് ഇവിടുത്തെ ഉറട്ടിയും ചിക്കൻ കറിയും ഒക്കെ കഴിച്ചിട്ട് നമുക്ക് പതിയെ പോവാം. അങ്ങനത്തെ ആൻറ്റി ഒരു പടലപ്പഴം എല്ലാം മുറിച്ച് തന്നു. നല്ല മധുരമുള്ള പഴമായിരുന്നു കേട്ടോ. നമ്മുടെ പാളയംതോടൻ പഴമില്ലേ, അതായിരുന്നു. നല്ല മധുരമായിരുന്നു. അങ്ങനെ ഏട്ടനും 2-3 പഴമൊക്കെ കഴിച്ചു, ഞാനും കഴിച്ചു. വെള്ളമൊക്കെ കുടിച്ചിട്ട് നമ്മളവിടെ നിന്ന് പതിയെ ഇറങ്ങി കേട്ടോ. ഇനി നമ്മൾ നേരെ വിമല ഹൃദയ കോൺവെൻറ്റിലും ക്രിസ്തുജ്യോതി സ്കൂളിലൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് ആദ്യം പെർമിഷൻ വാങ്ങിയിട്ട് അവർ തരുവാണെങ്കിൽ നമുക്ക് ചെയ്യാം, ഉറപ്പായിട്ടും തരും. കോൺവെൻറ്റിൽ എനിക്ക് ആരെയും വലിയ പരിചയമില്ല. സ്കൂളിൽ ഇപ്പോഴും എന്നെ പഠിപ്പിച്ചിട്ടുള്ള പ്രിൻസിപ്പളും പിന്നെ അവിടെ ഒരു വൈസ് പ്രിൻസിപ്പൾ സിനി ടീച്ചറുണ്ട് കേട്ടോ. സിനി ടീച്ചറുമാണ് അവിടുത്തെ മെയിൻ. ഇപ്പോഴും അവർ തന്നെയാണ്, അന്നും അവർ തന്നെയായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ പെർമിഷൻ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം നമുക്കറിയാമല്ലോ ഈ കോൺവെൻറ്റ് സ്കൂളിൽ എനിക്ക് ആരെയും പരിചയമില്ല, അതുകൊണ്ട് അവിടുത്തെ കാര്യം എനിക്കറിയില്ല. എന്തായാലും കോൺവെൻറ്റ് സ്കൂളിൻ്റെ കണ്ടിന്യൂഷനാണ് ക്രിസ്തുജ്യോതി കേട്ടോ. എന്തായാലും നമുക്കൊന്ന് കാര്യം നോക്കാം. അപ്പോൾ അതേ നമ്മൾ കാര്യമൊക്കെ പറഞ്ഞിട്ട് മഞ്ജു ചേച്ചിയുടെ അന്വേഷണമൊക്കെ പറയണമെന്ന് പറഞ്ഞ് കുറച്ച് വിശേഷമൊക്കെ സംസാരിച്ച് നിന്നിട്ട് നേരെ പോവുകയാണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയും ലെങ്തായി, ഇത്രയും സമയം നിങ്ങൾ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയും സ്കൂളിലൊക്കെ പോകുന്ന വിശേഷമുണ്ടോ, അവർ പെർമിഷൻ തന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ബാക്കി പുറകെ വരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഇട്ടാൽ വീണ്ടും ഒരു 1.5 മണിക്കൂർ ഉണ്ടാവും. അപ്പോൾ പിന്നെ നിങ്ങളിരുന്ന് കാണത്തില്ല, എടുത്ത് കളഞ്ഞിട്ട് ദൂരെ പോവും. അതുകൊണ്ട് ഞാൻ കരുതി നിങ്ങൾക്കും ബോറിങ് എനിക്കും ബോറിങ്, നാളെ ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ എന്തായാലും നാളെ മറക്കാതെ നമ്മുടെ സ്കൂളിൻ്റെ വിശേഷം കാണുക. ഞാൻ പഠിച്ച സ്കൂളും എൻ്റെ ടീച്ചേഴ്സും എൻ്റെ പ്രിൻസിപ്പളും ഒക്കെ നിങ്ങൾക്ക് കാണണ്ടേ. എല്ലാ വിശേഷങ്ങളും കാണിച്ചുകൊണ്ട് നാളത്തെ വീഡിയോയിൽ ബാക്കി നമുക്ക് തീർക്കാം. ഇന്നത്തെ വീഡിയോയിൽ തീർത്താൽ ഭയങ്കര ലെങ്ത് ആവും. ഇത്ര സമയം തന്നെ നിങ്ങളിരുന്ന് കണ്ടതിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷം. എൻ്റെ സന്തോഷം നിങ്ങളിലും ആ സന്തോഷം എത്തുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നാളെ സ്കൂളിൻ്റെ വിശേഷം, എൻ്റെ കോൺവെൻറ്റ്, ഞാനും ചീമയും പഠിച്ച കോൺവെൻറ്റ് സ്കൂളും നമ്മുടെ ക്രിസ്തുജ്യോതി സ്കൂളും പിന്നെ ചുള്ളിമാനൂരും പരിസരമൊക്കെ ഒന്നുകൂടെ കണ്ടുകൊണ്ട് നമുക്ക് ഈ വീഡിയോ എൻഡ് ചെയ്യാം കേട്ടോ. സോ ഇന്നത്തെ ഈ ഒരു വലിയ വീഡിയോ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈ ഒരു വലിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു വലിയ വീഡിയോ എൻഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി വലിയ വീഡിയോ ഇടണേ എന്ന് പറയില്ല. നാളെ ഇതുപോലെ നീളമുള്ള വീഡിയോ വീണ്ടും വരും. അപ്പോൾ പുതിയ ഒരു വിശേഷം, പുതിയതല്ല ഇതിൻ്റെ ബാക്കി വിശേഷമായിട്ട് നമുക്ക് നാളെ കാണാം. ടാറ്റാ, ബൈ.